السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت هيلتي أدركني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط. صدق الله مولانا العلي العظيم. وقال نبينا وثمرة فؤادنا محمد صلى الله عليه وسلم: نعوذ بالله من علم لا ينفع. صدق رسوله الكريم. സമാദരണീയരായ അധ്യക്ഷൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗവും സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളും നമ്മുടെ എല്ലാവരെയും ആത്മീയമായി വെളിച്ചത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ സയ്യിദ് KPC തങ്ങൾ വല്ലപ്പുഴ, അസാന്നിധ്യത്തിലെങ്കിലും ഓർക്കുകയാണ് ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് ഹാഷർലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും കൂടിയായ ശൈഖുന നല്ലാ ഉസ്താദ്, ബഹുമാന്യനായ ഖാരി ഹാഫുൽ ഫാറൂഖ്, വേദിയിലെ ബഹുമാന്യനായ CP മുഹമ്മദ് നാസർ വൈസി, തത്തനംപുള്ളി സിറാജുദ്ദീൻ സാഹിബ്, ഷംസുദ്ദീൻ ഹാജി, കോയ സാഹിബ്, KV മുഹമ്മദ് സാഹിബ്, ഡോക്ടർ ഹുറൈറ കുട്ടി, ബഹുമാന്യനായ സയ്യിദന്മാർ, ആറ്റക്കോയ തങ്ങളടക്കമുള്ള സദസ്സിലെ സയ്യിദന്മാർ, ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഞാൻ പേരറിയുന്നവരും പേരറിയാതെ പരിചയമുള്ളവരുമായ മഹാന്മാരായ ആലിമീങ്ങൾ, നേതാക്കന്മാർ, മുത്തല്ലിങ്ങൾ, വന്യവയോധികരായ കാരണവന്മാർ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, സ്വാഗതമാസിന്റെ പ്രിയങ്കനായ സുഹൃത്തും പ്രോജ്വല വാഗ്മിയും ഈ സദസ്സിൽ വല്ലാത്തൊരു തണലും സഹായവുമൊക്കെയായി ഇത്രയും നേരം ആത്മാർത്ഥമായി സദസ്സിനെ ധാർമ്മികമായ രംഗത്തേക്ക് ആവേശം കൊള്ളിച്ച ബഹുമാന്യനായ സലാഹുദ്ദീൻ ഫൈസി, ബഹുമാന്യനായ മാന മുസ്ലിയാർ പോലെയുള്ള സദസ്സിലെ മഹാന്മാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ ലൈബ്രറി ബിൽഡിംഗിന്റെ നിർമ്മാണോദ്ഘാടനവും മജ്‌ലിസുന്നൂറൊക്കെയാണ് നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും. അതിനിടയിൽ ദീർഘമായൊരു പ്രസംഗം ഈ സദസ്സിൽ ഉചിതമല്ല എന്ന് ഞാൻ എന്നോട് തന്നെ അറിയാതെ പറയുന്നതുകൊണ്ട് സ്വൽപ്പം ചില കാര്യങ്ങൾ മാത്രം എന്റെ ശ്രദ്ധയിലും നിങ്ങളുടെ ഓർമ്മയിലും ഉൾപ്പെടുത്തി ഞാൻ വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതാണ്. അള്ളാഹു ഹൈറായ കാര്യങ്ങൾ ഇഖ്ലാസോടെ ഹക്കിന് വേണ്ടി ഹക്കായി പറയാനും ഉൾക്കൊള്ളാനും അത് കാരണത്താൽ
ഉഖ്റവിയായ സകല രക്ഷയും അനുഭവിക്കാനും നമുക്ക് അവസരം നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൽമിന്റെ നിലനിൽപ്പിന് ഒരു ലൈബ്രറി അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ചെറിയൊരു ചിന്തയുള്ള ആളുകൾക്ക് വളരെ ബോധ്യപ്പെടുന്ന ഒരു സത്യമാണ്. കാരണം മുൻകാലത്ത് കഴിഞ്ഞു പോയ ആളുകളെ പോലെയല്ല ഇപ്പൊ നമ്മൾ. മുൻകാലത്തുള്ള ആളുകളുടെ ഇൽമൊക്കെ അവരുടെ കൽബിലായിരുന്നു. അങ്ങനെ കൽബിൽ ഇൽമ വഹിച്ചടക്കുന്ന ഒരുപാട് ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട തങ്ങളെ പോലെയുള്ള എന്റെ സുഹൃത്ത് സലാഹുദ്ദീൻ വൈസിയെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ എന്നെപ്പോലത്തെ മുത്താലിമീങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും വഴിയെന്ന് ചോദിച്ചാൽ ഞങ്ങളൊക്കെ എന്താ പറയാ? ഞാൻ കിതാബ് നോക്കിയിട്ട് പറഞ്ഞുതരാന്ന് പറയും, അല്ലേ? ഞാൻ കിതാബ് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിന്റെ കിതാബ് എവിടെ ഉള്ളത്? അത് എന്റെ സ്വന്തൂക്കല്ല, എന്റെ പെട്ടിയിലാ. പെട്ടിയോ പുരയിലാണ്. ഇപ്പൊ ഇൽമ എവിടെ ഉള്ളത്? ലൈബ്രറിയിലാ ഉള്ളത്. ഇൽമി ഫി കിതാബി വ കിതാബി ഫി സുന്ദൂഖി വ സുന്ദൂഖി ഫി ബൈതി ഫഇൽമി ഫി ബൈതി. അങ്ങനെയല്ല. ഇങ്ങനെയുള്ള ലോകത്തിന് ലൈബ്രറി അത്യാവശ്യമാണ്. ഞാൻ ഈ പറയുന്ന മുത്താലിമീങ്ങൾ അതിന് നെത്തീജ അങ്ങനെയല്ലേ വരിക, അല്ലേ? തങ്ങളെ നെത്തീജ അങ്ങനെയല്ലേ വരിക? ഫഇൽമി ഫി ബൈതി. ഇൽമി ഫി ബൈതി എന്ന് പറയുന്ന പോസ്റ്റിലാണ് നമ്മളുള്ളത്. കണ്ണിയത്തുസ്താ അങ്ങനെയല്ല, ഇൽമി ഫി ഖൽബി. അവർക്ക് ലൈബ്രറിന്റെ ആവശ്യമില്ല. അവർക്ക് എന്തിനാ ലൈബ്രറി? അതുകൊണ്ട് കിതാബത്തിനെ, ലൈബ്രറിയെ വളരെ പ്രോത്സാഹിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്നി സമഅതു മിൻക ഹദീസൻ കസീറ. ഞാൻ ഒരുപാട് തങ്ങളിൽ നിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഹിഫ്ളാവണില്ല നബിയെ. ഫഅഉമഅ ബിയദിഹി ഇലൽ കിതാബ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഇൻ ബിൽ ഖലം. നിങ്ങൾ കലമുകൊണ്ട് സഹായം തേടിക്കൊന്നു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ലൈബ്രറി ഉണ്ടായിക്കോളിന്ന്, എഴുതി പഠിപ്പിച്ചോളി. എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചു നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്താലിമീങ്ങൾ അവരെ മര്യാദ ചെല്ലും, ആലിമീങ്ങൾ അവരെ അദബിൽ ചെല്ലും, പ്രായമുള്ള ആളുകൾ അവരെ ആരോഗ്യത്തിൽ ചെല്ലും. ചെറുപ്പക്കാരെ നിങ്ങൾ ആവേശത്തിൽ ഉച്ചയിൽ ചൊല്ലണം. റഫ്ഉ സൗത്ത് സ്വലാത്തോണ്ട് സുന്നത്താന്ന് ചില കിതാബിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഈ മടി പോയി കിട്ടാനായിരിക്കുന്നതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ ഒന്ന് ഉറക്കെ ചൊല്ലണം. നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. തിരുധരണി മക്കമിറേ തിരുതരുളർ ഹക്ക് നബി. തിരുഭദറൂഗത്തിൽ വെളിവായി തിശൈരവ് കാഫറുകളെ ബശിത്തിമിര് ബാത്തിലിട്. ശശിനൽ ഫുർഖാനും പുലർവായി. ശശിനൽ ഫുർഖാനും പുലർവായി. കരുമുഅ്ജിസാതനിലം കനതയുടെ വീശി ചിലർ കമലമുഖിൽ നീക്കി തെളിവായി. കടവർ സഹബണ്ടുകൾ വടിവതിലെങ്കി മതി. ഇടമിൽ ചൂഷന്ത് പൊലിവായി. ഇടമിൽ ചൂഷന്ത് പൊലിവായി. ഞാൻ ദാറുൻ നജാത്തിന്റെ ഒരു സഹസിലായതുകൊണ്ടാണ് ഈ പാട്ട് പാടിയത്. കാരണം നജാത്ത് എന്ന ലഫ്ള് തുടങ്ങുന്നത് നൂനുകൊണ്ടാണ്. അതാണ് ഈ പാട്ടിലെ വിഷയം. പിന്നെ എനിക്ക് വലിയൊരു ആശ്വാസമുണ്ട്, ഈ ഗ്രൗണ്ടിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും എന്നുള്ള എനിക്ക് ഉറപ്പായി. എന്തുകൊണ്ടാ വെച്ചാല് ഓഫീസിൽ നിന്ന് സലാഹുദ്ദീൻ വൈസി ഉസ്താദ് വല്ലപ്പോഴും അടക്കം എന്നോട് പറഞ്ഞിരുന്നു പിരിവിന്റെ കാര്യം. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് സത്യങ്ങളോട് പറയാൻ തോന്നുന്നു, പഠിച്ചോനെ ഞാൻ എവിടെയും പിരിവിനെ കുറച്ച് അധ്വാനിക്കണം. അങ്ങനെ പിരിവിലാണ് ആകെ വേർക്കല്. വേർത്ത് പാട്ടും കൂത്തും ചിലപ്പം കുത്താറ് അധികം നടത്തേണ്ടി വരും പിരിവിന്. അങ്ങനൊക്കെ ആയിട്ട് സലാഹുദ്ദീൻ വൈസിക്കൊന്നും അത്ര പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് ദ്വാരക്കായിരുന്നു, പഠിച്ചോനെ ഇത്ര മുത്താലിമ്യങ്ങൾ മുമ്പിൽ വന്നിട്ട് ഈ പാട്ടും പെയ്ത്തും മാത്രം ആക്കല്ലേ ചെയ്യുക. അതുകൊണ്ട് പിരിവിടെ കിട്ടണം. പക്ഷെ ഒരു പ്രയാസം ഇല്ലാത്തൊരു പിരിവ് നോക്കുമ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഞാൻ ഇവിടെ ഇരിക്കായിരുന്നു. പിരിവൊക്കെ സലാഹുദ്ദീൻ വൈസി നടത്തി. ഇനി വേണമെങ്കിൽ ആചാരത്തിന് എന്റെ ഒരു ദ്വാ വെടി നടത്തിയാൽ മതി. ആത്മാർത്ഥമായിട്ടുള്ള ദ്വാടെ വരുന്നുണ്ട്. ഒരു അണ്ടക്ഷര വെടിയുണ്ടല്ലോ, അത് ഞാൻ നടത്തിയാൽ മതി. ബാക്കിയൊക്കെ സലാഹുദ്ദീൻ വൈസി നടത്തി. എന്ന് പറഞ്ഞാൽ ഇവിടെ പാട്ടും നീട്ടി വിടലും അലാശിക്കും നിർത്തിപ്പൊരിക്കലും ജാക്കിടൽ പ്രോഗ്രാം ഒന്നും ആവശ്യമില്ല എന്നർത്ഥം. ഏതോ മഹാന്മാരെ പ്രവർത്തനത്തിന്റെ ഒരു നനവ് അത് വറ്റാതെ ഈ കാമ്പസിലുണ്ട് എന്ന കാര്യം അനുഭവത്തെ എനിക്ക് ബോധ്യമായി. ഇൽമ പലതുണ്ടല്ലോ, യഖീനിയായ ഇൽമുണ്ട്, അതുപോലെ ലന്യായ ഇൽമ എന്ന് പറഞ്ഞാൽ യഖീന് വേണം, എന്നാലും ഇൽമിനെ തരം തിരിച്ചായിട്ട് കാണുന്നുണ്ട് ചില കിതാബിലൊക്കെ.
അപ്പോ ഏതായാലും അൽഹംദുലില്ലാ എനിക്ക് ദ്വാരം കൊടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് സിമന്റ് ചാക്കിന്റെയും കൂടി ആവശ്യമുണ്ട്. അത് ഞാൻ പറയാത്തന്നെ ഇൻഷാ അല്ലാഹ് ഏതോ ആള് മുമ്പ് പറഞ്ഞ പോലെ ഒരു ഒഴുകി വരുന്ന സാസാണത് എനിക്ക് തോന്നുന്നുണ്ട്. പരമാവധി തരുന്ന ആളുകൾക്ക് നന്നായിട്ട് തന്നിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ സ്വീകാര്യത നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യണേ. ഞാൻ ദാറുൻ നജാത്ത് എന്നതിലെ നൂന് മാത്രം വിശദീകരിച്ച് അവസാനിപ്പിക്കാം. ദാറ് അതൊരു വിഷയമാണ്. ദാറ് എന്നുള്ളത് വെറും വീടിന് ദാറ് എന്ന് പറയണ്ട. വീടിന് ബൈത്ത് എന്നുണ്ടല്ലോ അല്ലെ? വീടിന് അറബ് ഭാഷയിൽ ബൈത്ത് എന്നുണ്ട്. തങ്ങളൊരു പക്ഷേ എന്നെ തിരുത്തുമായിരിക്കും. ഞാൻ ജിത്യാദ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ബൈത്ത് എന്നുള്ളത് ബാത്തിന് വന്നാണ്. രാത്രി ഒരുപാട് ദൗറാനു റസ് എന്ന് പറഞ്ഞാല് നിന്ന് നിസ്കരിക്കാൻ, ഇരുന്ന് നിസ്കരിക്കൽ ജായിസായ ഒരു സംഗതിയാണ് ദൗറാനു റസ്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കുമ്പോൾ തല കറങ്ങുകയാണെങ്കിൽ ഇരിക്കൽ ജായിസായ സമയമാണ് ഫിഖ് പറയുന്നുണ്ട്. അപ്പൊ ഈ ദൗറാൻ, ദാർ ഇതൊക്കെ ഒന്ന് തന്നെയാണ്. പഴയ കാലത്ത് വീടുകളൊക്കെ കാബ ഷരീഫിനോടുള്ള ബഹുമാനാർത്ഥം റൗണ്ടിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. പോണോടത്തൊക്കെ വീട് എടുത്തുകൊണ്ട് പോകും. ദാറുൻ നജാത്ത്, ഇത് കറങ്ങുന്ന ഒരു നജാത്തിന്റെ സ്ഥലമാണ്. ഇതൊരു സ്ഥലത്ത് ഇരിപ്പിടുള്ളതല്ല, ഇത് നാട് മൊത്തം കറങ്ങുന്ന നജാത്താണ് ദാറുൻ നജാത്ത്. നജാത്ത് വേണമെങ്കിൽ നൂന് വേണം, ജീമ് വേണം. കണ്ടോ, രണ്ടാമത്തെ സ്പെല്ലിംഗ് ജീമാണ്, അലിഫ്. ഇതൊക്കെ വലിയ ചില പൊരുളുകളുടെ ആദ്യാക്ഷരങ്ങളാണ്. നൂർ, നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്. ഇവിടെ നൂറിന്റെയും നാറിന്റെയും സംഘട്ടനമാണ്. നൂറിന്റെ കേന്ദ്രമേതാണ്? അസ്തിത്വ സ്രോതസ് ഏതാണ്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പോരാ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 الله. ഹൃദയത്തിന്റെ ഉത്സവമേ, മാനസങ്ങളുടെ സംസ്കാരമേ, പ്രപഞ്ചത്തിന്റെ നബിയേ, മക്കയിൽ ഉദിച്ച പ്രഭയേ, മദീനയിൽ നിദ്രകൊള്ളുന്ന നിലാവ്, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ലോകത്തിന്റെ നൂറ്. അന മിൻ നൂരില്ലാഹ് വൽ മുഅ്മിനൂന മിൻ ഫൈളി നൂരി നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത് നൂറിന്റെയും നാറിന്റെയും സംഘർഷ സംഘട്ടന സമ്മിശ്രമായ ഇക്കിളി ജീവിതമാണ് ഭൗതികമായ ഈ വളരെ വിരളമായ ഈ മണിക്കൂറുകൾ. നൂറിന്റെയും നാറിന്റെയും സംഘട്ടനമാണ്. അത് ഓരോ ലോകത്ത് മാത്രമല്ല, ഓരോ മനുഷ്യന്റെയും കൂടെയുണ്ട്. അലാ ഇന്ന ലി ഖൽബി ബിനി ആദമ ലികുല്ലി ഇൻസാനിൻ ഫീ ഖൽബിഹി ബൈതാൻ വഫീ അഹദിഹിമാ മലക്കുൻ വഫിൽ ആഖിരി ശൈത്വാൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഏത് മനുഷ്യന്റെയും കൂടെ ഈ സംഘടന ഉണ്ട് എന്നാണ്. ഏത് വിജയിക്കുന്നു അതിനനുസരിച്ച് നജാത്ത് അല്ലെങ്കിൽ ഹലാക്ക്. അഹ്ലുൻ നജാത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അഹ്ലുൻ നജാത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകം, ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ വൈസി ഉസ്താദ് പറഞ്ഞില്ലേ, ലോകത്ത് ഏറ്റവും അഹമ്മായ, ഏറ്റവും അഹഖായ, ഏറ്റവും ഫലപ്രദമായ സദഖ അത് ഇൽമിന് വേണ്ടിയുള്ള സദഖയാണ്. അത് ഇൽമിന് വേണ്ടിയുള്ള സദഖയാണ്. സലാഹുദ്ദീൻ വൈസി വല്ലപ്പോഴും നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഒരു ദുആ കൊണ്ട് ഞാൻ തുടങ്ങാം. പിന്നെ ബഹുമാനപ്പെട്ട ഒരു വല്യമ്മന്റെ പേരിൽ ഒരു പേരക്കുട്ടി സദഖ നൽകിയിരുന്നു. ആ പേരക്കുട്ടി മൂപ്പർ തന്നെയാണ്. പിന്നെ അത് എന്റെ മാതിരി പറഞ്ഞില്ല എന്ന് മാത്രം. നമ്മളൊക്കെ നമുക്ക് അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം അത് വിളിച്ചു പറയലാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ആ പേരക്കുട്ടി മൂപ്പർ തന്നെയാണ്. അവരാ വല്യപ്പാക്കും വല്യമാക്കും വാപ്പക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 5 സ്ക്വയർ ഫീറ്റ് ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ വൈസി വല്ലപ്പോഴും നൽകി എന്നാണ്
ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. ആ വല്യപ്പന്റെയും വാപ്പന്റെയും വല്യമ്മന്റെ ഒക്കെ ഹദ്റത്തിലേക്ക് ആ പേരക്കുട്ടിയിൽ നിന്ന് മകനിൽ നിന്ന് ഈ രാത്രി ഒരു വെളിച്ചമായി ഈനാസായി നേരം പോക്കായി ഖബർ പ്രവിശാലതയ്ക്ക് ദറജ വർദ്ധിക്കാനുള്ള ഉപാധിയായി മാധ്യമമായി സബബായി അല്ലാഹു സ്വീകരിച്ച് അവരുടെ ഖബറുകളിൽ എത്തിച്ചു കൊടുക്കട്ടെ. അതിന്റെ ഉപകാരമൊക്കെ അവരുടെ ദഅവത്തിലൊക്കെ ഞങ്ങളുടെ ദഅവത്തിലൊക്കെ അല്ലാഹു തആല നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാതൃകയും കൂടിയാണ്. നാളെ എവിടെ പോയപ്പോ ഒരു എത്തിട്ടി പേരേറെ ആഗ്രഹിക്കാത്ത സുലൈമാനാജിന്റെ വക 10 ആക്ക് സിമന്റ് ചെയ്യുന്നു. എന്തൊക്കെയായിപ്പോടെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത സുലൈമാനാജിന്റെ വക 10 ആക്ക് സിമന്റ് ചെയ്യുന്നു. സലാഹുദ്ദീൻ വൈസി വല്ലപ്പോഴും അതായത് അതിനെ തിരുത്തി. കാരണം ഒരു പേരക്കുട്ടി എന്ന് പറഞ്ഞ് ആ പേരക്കുട്ടി ഞാൻ തപ്പിയപ്പോ ചേരക്കുട്ടി ഒന്നല്ല, അത് അദ്ദേഹം തന്നെയാണ്. കാരണം കാണുന്ന പേരക്കുട്ടിയാണ്. അല്ലാഹു തആല കബൂലാക്കട്ടെ. ഏതായാലും ആ ഒരു ഉദ്ഘാടനം കൊണ്ട്, ആ ഒരു സദഖയ്ക്കുള്ള ദുആ ഉദ്ഘാടനം കൊണ്ട് ഇനി നിങ്ങളെല്ലാവരും സിമന്റ് ഒരു 300 ചാക്ക് വേണം എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ചാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു പാട്ടോ ഒരു ചരിത്രമൊന്നും ഞാൻ പറയണില്ല. പക്ഷേ നല്ല രൂപത്തിൽ ആത്മാർത്ഥമായ മനസ്സിൽ നിന്ന് ആ 300 ചാക്ക് സിമന്റ് എന്നോട് പൈസ പറഞ്ഞ് നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി എന്നാണ്. അത് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ട് കാര്യമില്ല. ഞാൻ സുബൈർ ഇങ്ങനെ ആവട്ടോക്കിട്ട് നിങ്ങൾ പറയണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലെന്നെ നിങ്ങളെല്ലാവരും പറ്റുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കണം. ആ 300 ചാക്ക് ഇവിടുന്ന് കിട്ടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് എന്താ ആമീൻ പറയാ എത്ര പണി. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടിയ പോകര് കാലയൊന്ന് പഠിച്ചിട്ടല്ലേ? ഒന്നുറക്കെ പറയാം. അല്ലാഹു തആല കബൂലാക്കട്ടെ. അതുകൊണ്ട് ഇത് നൂറാണ്. നൂറ് അനമിൻ നൂറില്ല. ലോകത്തെ ഏറ്റവും അഷ്റഫ് പറഞ്ഞു, ഏറ്റവും അഷ്റഫായ ഖൽഖ് പറഞ്ഞു അനമിൻ നൂറില്ല. ഏറ്റവും അദല്ലായ ഖൽഖ് പറഞ്ഞു അനമിനൻ നാർ ഇബ്ലീസ്. സുബ്ഹാനല്ലാഹ്. ഏറ്റവും നിക്തസ് പറഞ്ഞു, ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി പറഞ്ഞു അനമിനൻ നൂർ. നജാത്ത് വേണമെങ്കിൽ ആ ഖൽഖുൽ അഷ്റഫായ സൃഷ്ടിയുടെ കൂടെ നിൽക്കണോ? അനമിനൻ നൂർ. ഖുർആനിൽ ഇൽമിനെ നൂറെന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, റുഷ്ദെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ ഇൽമിനെ പ്രമാണത്തിൽ ളിയാ എന്ന് പറഞ്ഞിട്ടുണ്ട്, നൂറെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നജാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിന്റെയും കേന്ദ്രബിന്ദു അത് ഇൽമാണ്. എല്ലാത്തിന്റെയും കേന്ദ്രബിന്ദു ഇൽമാണ്. ഏത് ഇൽമ് ചെറുപ്പക്കാരാ ലക്ഷക്കണക്കിന് ഡൊണേഷൻ കെട്ടിയിട്ട് രണ്ട് ലോകത്തേക്കും ഉപകാരമില്ലാതെ പഠിക്കുന്ന ഇൽമുകളല്ല. ആ ഇൽമിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? നഊദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഉ. മൻഫഅത്തില്ലാത്ത ഇൽമില്ലെന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. മൻഫഅത്തില്ലാത്ത ഇൽമില്ലെന്ന് ഞങ്ങൾ നിന്നോട് കാവലിനെ തേടുന്നു അല്ലാഹ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കണേ, മൻഫഅത്തില്ലാത്ത ഇൽമേതാണ്. അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞാൽ ഒരു പക്ഷേ ചില ഭാഷയൊക്കെ ഞാൻ ഇപ്പൊ അങ്ങനെ ചിന്തിച്ചു. ഇന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചു, ഇംഗ്ലീഷ് ഭാഷക്ക് ലോകത്ത് ഇത്ര നിലവാരം കിട്ടാൻ കാരണം എന്താണെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായ എന്താ അറിയോ, അതിൽ ചില സ്റ്റെപ്പൊക്കെ അതബുള്ളതാണ്. ഞാൻ മിഞ്ഞാണ് കണ്ണൂരിൽ നിന്ന് വാള് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ട്രെയിനിൽ നിന്ന് എന്റെ റിസർവേഷൻ സീറ്റ് മുകളിലാണ്. അപ്പൊ ഈ വാളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി 2:30, 12, 1 മണിക്കൊക്കെ ഇതിങ്ങനെ കയറിയിട്ട് കിടക്കാൻ കുറച്ച് പണി. ഞാൻ ചേച്ചിയാരോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കാം, ആരെങ്കിലും വരികയാണ് നീച്ചു കൊടുക്കാന്ന്. ഞാൻ അവിടെ അങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ ചെല്ലിന്റെ അടിയിൽ അങ്ങനെ അറിയാതെ ഉറങ്ങിപ്പോയി. അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിച്ചാണ്, എക്സ്ക്യൂസ് മീ സാർ, എണീക്കോന്നാണ് ഇപ്പൊ ചോദിക്കുന്നത്. പക്ഷെ ആദ്യം ക്ഷമ ചോദിക്കണം. അത് അദബല്ലോ. അല്ല അല്ല നമ്മളാണ് എന്താ ഇവിടെ കുത്തർക്കാറ്റിന്റെ സീറ്റാണല്ല എല്ലാ പ്രഷർ അവിടുന്ന് ആളുപോലെ എന്തൊരു അദബാണ്. അപ്പൊ ഞാൻ അറിയാതെ എണീച്ചു പോയി. പിന്നെ ഞാൻ ഒന്നും ഉണ്ടില്ല, ഞാൻ മെല്ലെ അങ്ങോട്ട് കയറി. ഇനി ആരാ അവിടെ ഇരിക്കുക? കാരണം നിങ്ങൾ എണീക്കൂന്നിപ്പോ അങ്ങനെ ചോദിക്കണ്ടല്ലോ. ആദ്യം നമ്മളോട് നിങ്ങൾ അവിടെ ഇരുത്താൻ തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ ഇതെന്റെ റിസർവ് ആയതുകൊണ്ട് എനിക്കിവിടെ ഇരിക്കൽ നിർബന്ധമാണ്. അതിന് അവര് പറഞ്ഞത്, എന്നെ തലകെട്ടിട്ട് എന്നെ സാറെന്നൊക്കെ വിളിച്ചപ്പോ ഒരു രസം നമുക്ക് കേൾക്കാന്. ഞാനൊക്കെ അധ്വാനിക്കാതെ കിട്ടല്ലോ നട്ടപ്പാതിരാത്രിയില്. അല്ല അപ്പൊ കേൾക്കുമ്പോ രസം. അപ്പൊ അവര് അദബ് അല്ലേ? ഞാൻ മനസ്സിലാക്കണേ ഈ അദബ് കൊണ്ടായിരിക്കും ഇംഗ്ലീഷ് ഭാഷ പ്രചരിച്ചെന്നാണ്. തന്നെ എന്തിനൊരു അള്ളാഹ് എന്തിനെ ഉയർത്തുന്നത് അള്ളയാണല്ലോ. അപ്പൊ ഇതിനെ ഉയർത്താൻ കാരണം ഈ അദബായിരിക്കും. ഏതുപോലെ 101 ആവർത്തിച്ചെന്നിട്ട് ഒരു മരുന്നുണ്ട്. അത് കോട്ടക്കൽ ആര്യവൈദ്യശാലന്റെ, ഞാൻ പബ്ലിസിറ്റി ചെയ്തെന്ന് പറയരുത് കേട്ടോ, എനിക്കതായിട്ട് യാതൊരു ബന്ധമില്ല.
അതാണ് കൂടുതൽ പ്രചരണം എന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. അതിന് കാരണം എന്താണ്? ഒരഥവാണ്. കാരണം ഈ 101 ആവർത്തിക്കുന്ന സമയത്ത് 99 കഴിഞ്ഞപ്പോ ഒരു അരണ പഴയ കാലത്ത് അതിൽ വീണ് ചത്തു എന്നാണ് പറഞ്ഞത്. അരണ വീണ് ചത്തപ്പോ അന്നത്തെ ഇവര് പറഞ്ഞാലോ, വാര്യര് പറഞ്ഞാലോ, അത് ഇപ്പൊ ജനങ്ങളൊന്നും അറിയില്ലെങ്കിലും ദൈവം തമ്പുരാൻ അറിയണാണ്, അതുകൊണ്ട് ആ മരുന്ന് ഒഴിവാക്കിയിട്ട് വേറൊന്ന് എന്ന് പറഞ്ഞിട്ട് 101 ആവർത്തിക്കാൻ 99 കഴിഞ്ഞിട്ട് വേറൊരു മരുന്നുണ്ടാക്കിയെന്നാ പറഞ്ഞത്. ഈ അദബും ഈ ഒരു സത്യസന്ധതയായിരിക്കും ആ മരുന്ന് പ്രചരിക്കാൻ കാരണം. ചിലതൊക്കെ അങ്ങനെയുണ്ട്. എന്തിനാ നമ്മളെ ഇല്ലാതാക്കുന്നത്? മഹാനായ മർഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അന റബ്ബുക്കുമുൽ അലാ എന്ന് പറഞ്ഞ് ഫിർഔനിനെ നേരിടാൻ വിധിക്കപ്പെട്ട പ്രവാചകനാണ്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കലീമുല്ലാഹി മൂസാ പറഞ്ഞു, റബ്ബേ, ഭൂമിയിൽ നിന്റെ വെള്ളം കുടിച്ചുകൊണ്ട് നിന്റെ അന്നം കുടിച്ചുകൊണ്ട് ജീവിക്കുമ്പോ ഞാൻ ആലയായ റബ്ബാണെന്ന് പറഞ്ഞവന് നീ എന്താണ് പിടികൂടാത്തത് നാഥാ? ഫിർഔന് ഫിർഔന് റബ്ബിൽ വിശ്വാസമുണ്ട്. കിബ്ർ 4 നിലയിലാണ്. ആ 4 അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കിബ്ർ 4 നിലയിലാണ്. ഒന്ന്, മനുഷ്യന് തോന്നുക അള്ളാഹിനേക്കാളും വലിയ ആളാണെന്ന്. അതിന് ഉദാഹരണമാണ് ഫിർഔൻ. അത് ആ സ്പോട്ടിൽ കാഫറാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഫിർഔന് അള്ളാഹിൽ വിശ്വാസം ഉണ്ടെന്ന്. അല എന്നത് അഫ്ല തഫ്ലീലല്ലേ മുത്തലിമീങ്ങളെ? അപ്പൊ ഒരു ആലി വേണ്ടേ? ആ ഭാഷ തന്നെ പറയുന്നത് ആലിയ റബ്ബിൽ വിശ്വാസം ഉണ്ടെന്നല്ലേ? ഞാൻ അലയായ റബ്ബാണ്. അപ്പൊ പിന്നെ ആലിയ റബ്ബ് ആണോ? അതാണ് ഖൽഖ് ഖാലിഖിനേക്കാൾ വലിയതാന്ന് തോന്നുക. അത് തക്കബ്ബുറാണ്. അത് തക്കബ്ബുറും അല്ല, അത് ഇസ്തിക്ബാറാണ്. ആ ഡിഫറൻസ് ഉണ്ട്. അത് ആ സ്പോട്ടിൽ തന്നെ കാഫറാവും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ കിബർ, ഒരു മനുഷ്യന് തോന്നുന്ന അമ്പിയാക്കളിൽ ഒരാളെക്കാൾ വലുതാണ് ഞാൻ എന്ന്. അതാണ് നമ്മളെ 103 തോന്നിയത്. ഏത്? ഇബ്ലീസിനെ. അന ഖൈറും മിൻഹു. ആ ലമീർ പോണത് ആദം നബിയിലേക്കാണ്. സംഗതി അപ്പൊ നുബൂവത്ത് കൊടുത്തിട്ടല്ല. നോക്കാൻ നിങ്ങൾ അള്ളാഹു എടുക്കുന്ന ഗൗരവം നോക്കി. പിന്നീട് നബിയാകുന്ന ഒരാളെക്കാൾ മഹാനാണ് ഞാനെന്ന് വാദിച്ചതാണ് സാക്ഷാൽ ശപിക്കപ്പെട്ട ഇബ്ലീസിനുള്ള തക്കബ്ബുറെങ്കിൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി മൂന്നാമത്തെ കിബറുണ്ട്. അത് അപ്പ കാഫറാവില്ലെങ്കിലും യുഹ്ഷ അലൈഹി സൂൽ ഖാത്തിമ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതാണത്? അത് അള്ളാന്റെ ഔലിയാക്കളിൽ ഒരാളെക്കാൾ വലുതാണ് ഞാനെന്ന് തോന്നാം. നിങ്ങൾക്കറിയില്ലേ? അള്ളാന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ ഔലിയാക്കൾ വലിയ വലിയ മഹാന്മാരാണ്. സുബ്ഹാനല്ലാഹ്. ഇമാമുന ശാഫിഈ ആരാണ്? നവവി ആരാണ്? അഹ്മദുൽ കബീർ ദിഫാഇ അഹ്മദ് ബിൻ ഹംബൽ ആരാണ്? ആ വലിയ വലിയ ഔലിയാക്കളായ പടുകൂറ്റൻ ഹദീസിന്റെ ലക്ഷപ്രഭുക്കളായ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരെക്കാളൊക്കെ ഒരു ഹദീസ് എഴുതി കൊടുത്താൽ ഇറാബ് തെറ്റാതെ വായിക്കാൻ കഴിയാത്ത മനുഷ്യന്മാർ വന്നുകൊണ്ട് പറയുക, ഇപ്പോൾ ഫ്രഷായ തൗഹീദ് ഞങ്ങളാ പ്രചരിപ്പിക്കുന്നത്, ഇമാമിയങ്ങൾ പ്രചരിപ്പിച്ചതിൽ പാളിച്ചകളാണ്. അതെ, ഔലിയാക്കളെക്കാൾ വലുതാണ് നമ്മളും തോന്നുക. അതൊരു കിബ്ര. മൂന്നാമത്തത് അത് യുഹ്ഷ അലൈഹി സൂൽ ഖാത്തിമ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി നാലാമത്തൊരു കിബറുണ്ട്. അത് എന്താ അറിയോ? എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു നിങ്ങളെക്കാളൊക്കെ ഉഷാറ് ഞാനാണ്. കാരണം ഞാനല്ലേ ഇപ്പൊ പ്രസംഗിക്കാൻ നിൽക്കുന്നത്. അല്ല, ഞങ്ങളൊക്കെ ഇപ്പൊ അല്ലേ സ്റ്റേജിലല്ല, നിങ്ങളൊക്കെ താഴെയല്ല. അപ്പൊ എനിക്കിങ്ങനെ തോന്നാ അതിപ്പോ ഏതായാലും സംഗതി ഉഷാറിപ്പോ ഞാൻ തന്നെയാണ്. അത് ആ സ്പോട്ടിൽ കാഫറാവുന്നില്ല, പക്ഷെ പേടിക്കണം. പക്ഷെ അതുകൊണ്ടുള്ള സൈഡ് എഫക്ട് എന്താ അറിയോ? ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ഖർബല. അണുമണി തൂക്കം. അലുമണിയല്ല. നമ്മളൊക്കെ അങ്ങനെ അർത്ഥം വെച്ചാൽ തോന്നുന്നുണ്ട് ഇത് അലുമണി തൂക്കം വേണമെന്ന്. അണുമണി. ഈ സൂര്യ ഉദിച്ചാൽ ഓട്ടവെയിലായിട്ട് ഇങ്ങനെ പതിയുന്ന സമയത്ത് അതിലൊക്കെ ഓടിക്കളിക്കുന്ന ചെറിയ ധൂളികളുണ്ട്. അത് കൈകൊണ്ട് ഇങ്ങനെ പറ്റിയിട്ട് നോക്കിയാൽ കാണൂല. അതാണ് അണുമണി. അത്ര കൽബിൽ പതിഞ്ഞാൽ അവന് സ്വർഗത്തിലില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ ഈ എല്ലാത്തിനെയും കെട്ട് പൊട്ടിച്ചു. അഹങ്കാരത്തിന്റെ ശവഭാഷ പുറപ്പെടുവിച്ചു ഫിർഔൻ. അന റബ്ബുക്കുമുൽ അലാ. അപ്പൊ മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചോനെ അലയായ റബ്ബാണെന്നൊക്കെ പറയുമ്പോ പിടികൂടാത്ത എന്താണ്? അപ്പൊ അള്ളാഹു പറഞ്ഞെന്താ അറിയോ? നിങ്ങള് ആ ഫിർഔന് പറഞ്ഞ ഭാഷയുടെ പുറത്തേക്കാ നോക്കുന്നത്. അവന്റെ നാവിൽ നിന്ന് വന്നേക്കാ നിങ്ങൾ നോക്കുന്നത്. ഞാൻ നോക്കുന്നത് ഓന്റെ പൊരയിലെ ഗേറ്റുമക്കാണ്. സുബ്ഹാനല്ലാഹ്. അവന്റെ പൊരയിലെ ഗേറ്റുമലേക്കാ ഞാൻ നോക്കുന്നത്.
കലീമുല്ലാഹി മൂസ ചോദിച്ചു, എന്താണ് റബ്ബേ? ഇസ്മായിൽ ഹഖീ സംഭവം അവിടുത്തെ തഫ്സീർ റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനരായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് റബ്ബ് തആല പറയുകയാണ്, മൂസ ആലയായ റബ്ബ് ഞാനാണെന്നവൻ പറയുമ്പോഴോ അവന്റെ കൊട്ടാരത്തിന്റെ ഗേറ്റുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതി വെച്ചിട്ടുണ്ട് മൂസ. അതുകൊണ്ടാണ് ഞാൻ മുക്കിക്കൊല്ലാത്തത്. ഈ ഗേറ്റിംഗ് എന്ന ബിസ്മി എന്നാണോ മായ്ക്കപ്പെട്ടത്, അന്നാണ് ഫിർഔൻ വെള്ളത്തിൽ മുങ്ങി ചത്തത്. വഅലമൂമത്ത് സയ്യിദനാ മുഹമ്മദ്. ചിന്തിക്കണേ. അപ്പൊ ഇൽമിതാണ്, ഏതാണ് പ്രിയപ്പെട്ടവരെ ഇൽമ്? അത് അല്ലാഹുവിന്റെ മാരിഫത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്തോ അത് മാത്രമാണ് അല്ലാഹുവിയ എന്ന് പറഞ്ഞ ഇൽമ്. അതിന് ശാസ്ത്രം ഉപകരിക്കുമെങ്കിൽ ആകട്ടെ. കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതുൽ ലിൽ അൽബാബ്. ആയിക്കോട്ടെ, പക്ഷേ ഐസക് ന്യൂട്ടന് കഴിയാത്തതാ പിന്നെ പറഞ്ഞത്, ജെയിംസ് ക്ലാർക്കിന് കഴിയാത്തതാ പിന്നെ പറഞ്ഞത്, ഡോക്ടർ ജെയിംസിന് കഴിയാത്തതാ പിന്നെ പറഞ്ഞത് ഐൻസ്റ്റൈന് കഴിയാത്തതാ. അത് കഴിയുന്നത് ഇമാം ഗസാലിക്ക് മാത്രമാ, അത് ശൈഖ് ജീലാനിക്ക് മാത്രമാ, അഹ്മദുൽ കബീർ റിഫായിക്ക് മാത്രമാ, ഇമാമിയങ്ങൾക്കും ഔലിയാക്കൾക്കും മാത്രമാ. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഹുദവികളെ എന്തിനാ സംയുക്ത പഠനമെന്ന് ചോദിച്ചാൽ അത് ഇതിനു വേണ്ടിയാണ്. നിങ്ങൾ പഠിക്കുന്ന ഏത് സയൻസും മാരിഫത്തിന് കാരണമാക്കാനാണ്. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് ലക്ഷ്യം മാരിഫത്താണ്. كنت كنزا مخفيا فأردت أن أعرفا فخلقت الخلق قدسي حديث نبينا محمد مصطفى इस आस पे जीता हूँ कह दे ये कोई आखिर चल तुझको मदीने में अल्लाह बुलाता है. अल्लाह खजानों के मालिक है नबी सरवर नबीना व हबीबुना मुहम्मद मुस्तफा സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, ദാറുൻ നജാത്തിന്റെ വൈജ്ഞാനികമായ പൂങ്കാവനത്തിൽ പടച്ചവന്റെ പൊരുത്തം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ രാത്രിയിൽ വന്നണഞ്ഞ പ്രിയപ്പെട്ട ഉമ്മ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വന്യവയോധികരായ കാരണവന്മാരെ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാരെ, അല്ലാഹ് എന്ന ബോധം ഏത് കൽബ്, ഏത് വിഷയമാ, ഏത് ലഫല, ഏത് വാള, ഏത് സദസ്സ, ഏത് ഹൽക്കയ, ഏത് പണ്ഡിതനാ, ആരാ നിന്റെ കൽബിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ, സന്നിവേശിക്കുന്നതെങ്കിൽ അതാണ് നാഫിയായ ഇൽമ്. കണ്ടോ നിങ്ങൾ, മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കാറിയിട്ടാ വരുന്നത്. ഒരു മെലിഞ്ഞ സ്കെൽറ്റായ ഹൈറ്റും വെയിറ്റുമില്ലാത്ത മനുഷ്യൻ, പക്ഷേ വിശാലമായ റൂമിലേക്ക് ചൂണ്ടിയിട്ട് പറയുകയാ, സുബ്ഹാനല്ലാഹ്, ഞാൻ മരിച്ചു കിടന്നു, സമസ്തയുടെ ആലിമീങ്ങൾ സ്വാലിഹീങ്ങളൊക്കെ വന്നുകൊണ്ട് എനിക്ക് മയ്യത്ത് നിസ്കരിക്കേണ്ടത് ഇവിടെയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇവിടെയാ. ആ മഹാനായ കോഴിക്കോട്ട് ഉസ്താദ് പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങളായ ഞങ്ങളോട് പോലും പറയുന്നു, ദുആയിൽ മറക്കല്ല. അദ്ദേഹത്തിന്റെ പ്രിയങ്കരനായ പ്രിയപുത്രൻ ഒരു പൈസ എന്നോട് പറഞ്ഞു, 4 ദിവസങ്ങൾക്ക് മുമ്പ് ആഖിറത്തിലെത്തി എന്ന് ഉറപ്പിച്ചതാ. കാരണം പറയേണ്ടതൊക്കെ പറഞ്ഞു, ചെയ്യേണ്ടതൊക്കെ ചെയ്തു. അന്ന് പ്രത്യേകമായൊരു ശ്വാസം വിടുമ്പോൾ ആ ശ്വാസത്തിൽ കൂട്ടുമുട്ടുന്ന ദുആയുടെ വാക്ക്, അല്ലാഹുമ്മ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ.
അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. അല്ലാഹു അവരുടെ ദീർഘകാല ആയുസ് കൊണ്ട് ഉമ്മത്തിന് നീ കരുത്ത് നൽകണേ ഇൽമിന്റെ ബറക്കത്ത്, ഇൽമിന്റെ ശക്തി, ഇൽമിന്റെ അത്ഭുതം, ഇൽമിന്റെ പരിശുദ്ധി ഈ ലോകത്ത് ഒന്നുമില്ല. സൂറത്തുൽ നംലിൽ ചെറിയ ഉദാഹരണം, സ്വർഗം പെട്ടെന്ന് കിട്ടൽ ഇൽമുണ്ട്. അല്ലെങ്കിലും സ്വർഗ ആലിമീങ്ങൾക്കല്ലോ. നിങ്ങൾ ഞാൻ പറയുന്ന വിഷയം മുഴുവൻ കേൾക്കണേ. സ്വർഗം സത്യത്തിൽ ആലിമീങ്ങൾക്കാണ്. അപ്പൊ പറയും പിന്നെ എന്നെപ്പോലത്തെ ആളുകൾക്ക് ആഗ്രഹമില്ലേ എന്ന്. അത് ആലിമീങ്ങളെ കെയർ ഓഫിലെ പോകുള്ളൂ, നേരിട്ട് പോകില്ല. ഒരു കൂട്ടർക്ക് അവകാശം, മറ്റുള്ളവരൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടത്. ഒന്നുകിൽ മഹബത്ത് അല്ലെങ്കിൽ ഇസ്തിമാൾ. അങ്ങനെയല്ലോ, ഒന്നുകിൽ മഹബത്ത് അല്ലെങ്കിൽ ഇസ്തിമാൾ. ഇത് രണ്ടുകൊണ്ടല്ലാതെ സ്വർഗമില്ല. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിയൻ ഖാല റസൂലുള്ളാഹി എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പറയുകയും ചെയ്യാം. അങ്ങനത്തെ ചില ഇബാറത്തുകളൊക്കെ കാണുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞായിട്ടൊക്കെ പെട്ടിട്ടുണ്ട്. മെസ്സേജ് വളരെ ശരിയാണ്, ഹദീസിലുണ്ട്. അതിന്റെ മെസ്സേജ് ഹദീസിലുണ്ട്. ലഫ്ള് ഉണ്ടോ എന്നുള്ളതിലെ തർക്കമുള്ളൂ. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅ. ആലിം മുതഅല്ലിം അവർ സ്വർഗത്തിലാണ്. ബാക്കിയുള്ളവരൊക്കെ പോകുന്നത് ഇപ്പരിപാടി ഉണ്ടാകും. അവർക്ക് കൊടുത്തിട്ട് ഒപ്പം നിന്നിട്ട് ആ കൂട്ടത്തിൽ അല്ലാഹ് നമ്മളെ പെടുത്തട്ടെ. ഈ നാലാലൊരു കൂട്ടർ ഇപ്പൊ ഈ സാഹസിലുള്ളൂ. ആലിമീങ്ങൾ സ്റ്റേജിലും താഴെയൊക്കെ ഉണ്ട്. മുത്താലിമീങ്ങൾ, ഞാനടക്കം സാഹസിൽ ഒരുപാട് മുത്താലിമീങ്ങളുണ്ട്. മുഹബ്ബീങ്ങളും മുസ്തമീങ്ങളും അവരെന്നെ ഇപ്പൊ ഈ സ്ക്വയർ ഫീറ്റ് മറ്റൊക്കെ വിളിച്ചു പറഞ്ഞതും ഒക്കെ ഇപ്പൊ അവരെന്നെ. അതുകൊണ്ട് അല്ലാഹു വിശ്വാസം കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ വലിയൊരു അത്ഭുതം പറഞ്ഞുതരാം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ മുമ്പിലുള്ള വിഭാഗം ഖൗമിനോട്, ഒരു വലിയ സൈന്യം അവരോട് പറഞ്ഞു. ഖുർആൻ ഉദ്ധരിച്ചല്ലേ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം قال يا أيها الملأ أيكم يأتي بعرشها قبل أن يأتوني مسلمين قال عفريت من الجن أنا آتيك به قبل أن تقوم من مقامك. ഇത് സുലൈമാൻ നബി ഇസ്ലാമിന് വയ്യാത്ത പണിയൊന്നല്ല കേട്ടോ. അങ്ങനൊന്നും ആരും കരുതണ്ട. സലാലയിലുള്ള ഒരു വലിയ കൂറ്റൻ കൊട്ടാരം അത് ഫലസ്തീനിൽ എത്തിക്കുക എന്നുള്ളത് സുലൈമാൻ നബി ഇസ്ലാമിനെ അഭിഷേകത്തോളം ഒരു വിഷയമല്ല. പിന്നെന്താ, ഇൽമിന്റെ പവറാണ് സുലൈമാൻ നബിയെ കാണിച്ചു തരുന്നത്. കാരണം ഇത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തേടുന്നതൊക്കെ തന്റെ അനുയായികളോടും ശിഷ്യന്മാരോടാണ്, ഉസ്താമാരോടല്ല, തന്റെ അനുയായികളോടും ശിഷ്യന്മാരോടും. ആ സുലൈമാൻ നബി ഇസ്ലാമിന് കഴിയാത്തൊരു പണിയെന്ന് പറയരുത്. എന്നാൽ സുലൈമാൻ നബി ഇസ്ലാമിന് ആ ചോദ്യത്തിന്, ആ ഒരു അപേക്ഷയ്ക്ക് ആദ്യമായിട്ട് എണിയത് ഒരു ഗജവീരനാണ്, ഒരു പോക്കിരി. കാല ഇഫ്രീത്തും മിനൽ ജിന്ന്, ജിന്ന് വർഗത്തിലുള്ള ഒരു ഇഫ്രീത്ത് എണീറ്റിട്ട് പറഞ്ഞു, അത് കറാമത്തൊന്നല്ല, അത് സ്വാഭാവിക കഴിവാണ്. ജിന്നുകൾക്കുള്ള ഒരു സ്വാഭാവിക കഴിവാണ്. അത് കറാമത്തേ അല്ല, ജിന്നുകൾക്കുള്ളൊരു സ്വാഭാവിക കഴിവാണ്. അത് കോഴികൾക്കൊക്കെ ഉണ്ട്. അതിന് ബാക്ക് പോകുന്നുണ്ട്. ഈ ജിന്നുകളെ സേവിച്ച കുറെ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അവരിങ്ങനെ ഒന്നാണ്ട് പറഞ്ഞു ഇവിടെയാണ് ഇപ്പൊ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഴിച്ചോക്കി ചിലപ്പം വെള്ളം കാണാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കുഴിക്കേണ്ടിരുന്നു മാത്രം. ചിലപ്പം വെള്ളം കാണാം. അത് കറാമത്തല്ല, അത് ജിന്നുകളെ സേവിച്ച ആർക്കും കഴിയും. ഏതുപോലെ നിങ്ങൾ കണ്ടില്ലേ, ചിലപ്പം കോഴിക്കൾ ഓടി നിന്നിട്ട് കാലുകൊണ്ട് ചെയ്തിട്ട് ചെതലെടുത്തുന്നു. കോഴിന്റെ കറാമത്താ? ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ചെതലുണ്ടെന്ന് എങ്ങനെ കോഴിക്ക് മനസ്സിലായത്? കറാമത്ത് പറയാൻ പറ്റും. അത് പ്രകൃതിപരമായിട്ട് കൊടുക്കുന്ന ചില കഴിവുകളിൽപ്പെട്ടതാണ്. അത് ജിന്നുകളെ സേവിച്ച്, ജിന്നുകളെ നമ്മൾ അങ്ങോട്ട് സേവിക്കല്ലേ, ജിന്നുകളെ ഇങ്ങോട്ട് സേവിക്കണം. കാരണം വലക്കത് കറംന ബനി ആദം, വലക്കത് കറംന ബനി ആദം. ജിന്നുകൾ അള്ളാഹു തആല തക്രീം ചെയ്തു എന്നുള്ള ഖുർആനിലില്ല. നമ്മളാണ് ആൺകുട്ടികൾ. ജിന്ന് മാമൂം ആവണം. മാമൂമിനെ പിടിച്ച് ഇമാമാക്കിയതാണ് ഇന്നത്തെ ഒരു കുഴപ്പം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ജിന്നുകൾ ഇങ്ങോട്ട് ഒന്ന് സേവിക്കട്ടെ. നമ്മളെന്തിനാ ആണ്ട് വേണ്ടത്? അതിന് പാല് ഒഴിവാക്കിയിട്ട് ജപിച്ചിരിക്കണോ? ജിന്നുകൾ ഇങ്ങോട്ട് വരട്ടെ. അവര് കാഫിര്യങ്ങളാണെന്നോ ഇസ്ലാമിന് പുറത്തു പോയെന്നാണ് പറഞ്ഞത്. അത് ദുനിയാവിന്റെ ചില തരികടി പരിപാടികൾക്കൊക്കെ പറ്റുന്നു മാത്രം. ഏതായാലും ചിന്തിക്കണോ. കാല ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്ന് വിഭാഗത്തിൽ നിന്നുള്ളൊരു ഗജവീരൻ പറയുകയാണ്, അനാതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക്. ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഞാൻ കൊണ്ടുവന്നുതരാം. എന്ന് പറഞ്ഞാൽ സുലൈമാൻ ഇസ്ലാം വിരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു പീഠുണ്ട്. അവിടുന്ന് സുലൈമാൻ ഇസ്ലാം വന്ന് ഇരുന്നിട്ട് എണീറ്റ് പോകുന്ന ഒരു മണിക്കൂർ ആവണം. അങ്ങനെ തഫ്സീറുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഞാൻ കൊണ്ടുവന്നുതരാം. അത് ജിന്നിന് എങ്ങനെയാലും കഴിയുന്നതാണ്. ജിന്നുകൾക്ക് അതൊരു വിഷയമല്ല. ജിന്നുകളുടെ സ്വാഭാവിക സിദ്ധിയാണത്. കേൾക്കണേ. ഇനി എന്താ? ആളെ ഇസ്മെന്ന് പറഞ്ഞില്ല, ആളെ പേരെന്ന് പറഞ്ഞില്ല, മൗസൂഫിലിട്ടിട്ടാണ് പറഞ്ഞു. പേര് പറഞ്ഞില്ല, ക്വാളിഫിക്കേഷൻ പറഞ്ഞു.
ചിന്തിക്കണേ. ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. അൽഹംദുലില്ലാഹ് മുസ്ലിമീങ്ങളെ, ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്. ഇൽമുൻ എന്ന് പറഞ്ഞ നെക്കിറയാണ്. നെക്കിറ ഖില്ലത്തിനും വരും കസറത്തിനും വരും. അപ്പൊ വലിയൊരു കിതാബ് എന്നല്ല, കിതാബിൽ നിന്ന് എന്തോ കുറച്ച് ശകല മൂപ്പർക്ക് കിട്ടിയിരുന്നു, ആരൊക്കെ ഒപ്പം നടന്നിട്ട്. വലിയൊരു പണ്ടിനൊന്നുമല്ല, എന്തോ ചെറിയ കൈവശം മൂപ്പരുത്തുണ്ട്. അലിൽമുന്നൊന്നും പറഞ്ഞില്ല, ഇൽമുൻ മിനൽ കിതാബ്, കിതാബിന് എന്തോന്ന് കൈവശപ്പെടുത്തിയിട്ടുണ്ട് മൂപ്പര്. അങ്ങനത്തെ ഒരാള് പറഞ്ഞു, അനാതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തർഫുക്. നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന്റെ മുമ്പ്, കബലെന്ന് പറഞ്ഞേ കണ്ണടച്ച് തുറക്കുന്ന സമയം വേണ്ട, അതിന്റെ മുമ്പ്. എത്രയെന്നുള്ള ലഫ്ള് പോലും പ്രയാസമാണ്. അങ്ങനെ ചിലതുണ്ടല്ലോ ഖുർആനിൽ, നോക്കൂ. എന്താന്ന് പറഞ്ഞില്ല, കാബ കൗസൈന്റെ ശേഷം പിന്നെ 18 പറഞ്ഞു. കാരണം പിന്നെ അതിനേക്കാളും അള്ളി റസൂൽ അടുത്തത് പറയാൻ അറബ് ഭാഷയിൽ ലഫ്ളില്ല. അങ്ങനെയുണ്ട്. എത്രയെന്ന് പറഞ്ഞില്ല, കാരണം അത് പറയാൻ ഒരു ലഫ്ള് വേണ്ടേ, ഇല്ല. അള്ളാഹ്ക്കില്ല എന്നല്ല, നമുക്കില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹുത്തല നമ്മളെ ലോകത്തേക്ക് അറിയിച്ചെന്നില്ല. അങ്ങനെയുണ്ട്. എന്നതുപോലെ നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്നു തരാം. അദ്ദേഹം സുലൈമാൻ നബി അല്ലേ, സുലൈമാൻ നബി പേരെന്നെ സുലൈമാൻ. നമ്മൾ കുടിക്കുന്ന കത്തഞ്ചാന്റെ പേര് സുലൈമാനി എന്നല്ലേ. അലൈഹി സ്വലാം ഒന്ന് ചൊല്ലിക്കോളി. ഞാൻ വെറുതെ പറയല്ല. ഈ കട്ട, ഞാൻ ഇതിനെക്കുറിച്ച് ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായെന്താരോ, ഇത് ആദ്യം ഉണ്ടാക്കി കുടിച്ച സുലൈമാൻ നബിയാണ് കട്ടൻ ചായ. അതുകൊണ്ട് ലോകത്ത് എവിടെ പോയാലും പലതിന്റെയും പേര് മാറും, കട്ടൻ ചായന്റെ പേര് മാറൂല. അത് എവിടെ പോയിട്ട് സുലൈമാനി വെറ്റേന്ന് പറഞ്ഞാലും വെറ്റേന്നുള്ളത് പറയരുത്. അവിടെ ആ നാട്ടിൽ എന്താ ഭാഷ വെച്ചു കൊടുത്താൽ മതി, കട്ടൻ ചായ കൊണ്ടുപോകും. കാരണം ഇത് ആദ്യം കുടിച്ചത് സുലൈമാൻ നബിയാണ്. ഒരിക്കലും ഒരാൾ പ്രസംഗത്തിനെ തിരുത്തി, അത് നിങ്ങൾ ശരിക്കും വായിക്കാത്തതുകൊണ്ടാണ് ഞാൻ വായിച്ചത്, അത് ആദ്യം കുടിച്ചത് ഒരു രാജാവാണെന്നാണ്. അതിനുള്ള സുലൈമാൻ നബി, അതിന്റെ പേരല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മൂപ്പര് പറഞ്ഞു, ഞാൻ വായിച്ചത് അത് ആദ്യം കുടിച്ചത് ലോകത്തൊരു വലിയ രാജാവാണെന്ന്. അതിന്റെ പേരല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സുലൈമാൻ നബി ലോകം ആകെ ഭരിച്ച രാജാവല്ലേ. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് താലൽ, അതാ വിഷയം. അല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബ്, കൊണ്ടുവരാനുള്ള യോഗ്യതയാണ് ആ പറയുന്നത്. ഞാൻ കൊണ്ടുവരാം. കാരണം എന്താ, മൂപ്പര കയ്യിൽ കുറച്ച് ഇൽമുണ്ട്. ഇൽമോണ്ട് പറ്റുന്ന കളിയാണത്. ഇൽമോണ്ട് കളിക്കാൻ പറ്റാത്തൊരു ഗ്രൗണ്ട് ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ കറാമത്ത്, ലോകത്തെ ഏറ്റവും വലിയ ഇസ്തിഖാമത്ത്, ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതം, ലോകത്തെ ഏറ്റവും വലിയ നജാത്ത് അത് ഇൽമാണ്. കൊണ്ടാണല്ലോ പരിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ഥലത്തും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ച തമ്പുരാ ഇന്നത് വർദ്ധിപ്പിച്ചോ എന്ന് തേടണം നബിയെ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും മാരിഫത്താകുന്ന എല്ലാ ആറുകളും ഒഴുകിയെത്തുന്ന അറ്റമില്ലാത്ത പ്രവിശാലമായ സമുദ്രത്തിന്റെ ഉടമാരാ, അത് നബിയുനാ മുഹമ്മദ് മുസ്തഫ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീർ ബൈന ജമീ മൗലായ സാൽ ദായിമൻ അബദാ على حبيبك خير الخلق كلهم فإنه شمس فضل هم كواكبها يظهرن أنوارها للناس في الظلم. മറ്റു അമ്പിയാക്കളൊക്കെ നക്ഷത്രങ്ങളാണ് വിശേഷിപ്പിക്കപ്പെട്ടപ്പോ ആ നക്ഷത്രങ്ങളിൽ ജ്യോതിർഗോളമാരാ നബിയുനാ മുഹമ്മദ് മുസ്തഫ. മുസ്തഫ നബിയെ ഇൽമിൽ ഓവർടേക്ക് ചെയ്യാൻ ഒരു ജിബ്രീലുമില്ല, മീകായിലുമില്ല. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ചില ആളുകൾ ഇൽത്തിറാബ് വന്നുകൊണ്ട് ഖവാത്തിൽ പറഞ്ഞുപോയി മുസ്തഫ നബിയേക്കാൾ മഹാൻ അങ്ങനെ ഒറ്റ ചില ആളുകളുടെ പേരിൽ പിന്നീട് വന്ന ഇമാമിങ്ങൾ റളിയല്ലാഹു തആല അൻഹു എന്ന് പോലും ചൊല്ലിയില്ല. കാരണം ജിബ്രീൽ പോലും മുസ്തഫ നബിയുടെ സ്ഥാനത്തെത്തില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ജിബ്രീൽ പറഞ്ഞില്ലേ, കാഫ് ഹയാ അൻസാദ്,
കാഫ് ഹായ ഐൻ സാദ്. കാഫ് എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു ഫഹിംതു. ഫഹിംതു യാ ഫഹിംതു. ഐൻ, ഈ 5 അക്ഷരങ്ങൾക്കും അള്ളാന്റെ റസൂൽ പറഞ്ഞു അതൊക്കെ എനിക്ക് മനസ്സിലായി. ജിബിഎസ് ചോദിക്കാണ്, എനിക്ക് പിടുത്തം കിട്ടിയില്ല, അത് നിങ്ങൾക്ക് എവിടെ നിന്നത് കിട്ടിയത്? കാരണം മുസ്തഫ നബി ആരാൻ? അർളിലേക്ക് കൊടുത്തു ഇൽമ. അർളിൽ ജീവിക്കുമ്പോ ഇൽമ കൊടുത്തു, ഇടയിൽ വെച്ചിട്ട് കൊടുത്തു, സമായിൽ വെച്ചിട്ട് കൊടുത്തു, 7 ആകാശത്തിന്റെ മേലെ വെച്ചിട്ട് കൊടുത്തു, ഇപ്പൊ ഖബറിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ മുസ്തഫ നബി ഓവർടേക്ക് ചെയ്യാൻ ലോകത്തൊരു ഖൽഖുമില്ല. എന്നിട്ട് പോലും അള്ളാന്റെ റസൂലിനോട് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാൻ അല്ലാഹു പറയുകയാണ്, വഖുർ റബ്ബി സിദ്നി ഇൽമാ വഖുൽ നബി തങ്ങൾ പറഞ്ഞു റബ്ബി സിദ്നി അല്ലാഹ് എന്ന് തേടാൻ പറഞ്ഞില്ല. എനിക്ക് ഓടിപ്പിക്കുക آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ആദം അലൈഹി ഇസ്ലാമിന് 7 ലക്ഷം ഭാഷ അറിയാം. 7 ലക്ഷം ഭാഷ. ഇമാം സ്വാവി ഇമാം ഇസ്മായിൽ എന്നൊക്കെ പറയും 7 ലക്ഷം ഭാഷ അറിയുന്ന ആളാണ് മഹാനായ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം. ആദം അലൈഹിസ്സലാം സംസാരിക്കാത്തതോ അറിയാത്തതോ ആയ ഒരു ഭാഷയും ഖിയാമത്ത് നാൾ വരെ ഈ പ്രപഞ്ചത്തിൽ കേൾക്കൂല, പറയൂല. വഅലമു ഉമ്മത്ത് സയ്യിദിനാ മുഹമ്മദ്. കാരണം ആദം അലൈഹിസ്സലാം വാപ്പന്റെ ഭാഷയാണ് മക്കളിലൂടെ അനന്തരമെടുത്ത് വരുന്നത്. എന്നാൽ ഈ ആദം അലൈഹിസ്സലാം ഒരു വലിയ പണ്ഡിതനാണ്. അപ്പോ ആദം അലൈഹിസ്സലാം നമ്മുടെ വാപ്പയാണ്. ആ വാപ്പയാകുന്ന ആദം അലൈഹിസ്സലാമിന്റെ അടുക്കൽ നിന്നും അനന്തരസ്വത്ത് നമുക്ക് വേണമല്ലോ. വാപ്പാന്റെ അനന്തരസ്വത്തിന് നിഷേധിക്കപ്പെട്ട മകനാവോ? വാപ്പാന്റെ അനന്തരസ്വത്ത് എടുക്കാത്തോ പിന്നെ എന്തിനാ മോനാണത്? വാപ്പാക്ക് ഒരു അനന്തരസ്വത്ത് ഉണ്ടെങ്കിലും മകന് അവകാശമുണ്ട്. ആദം അലൈഹിസ്സലാം മക്കളാവുന്ന നമുക്ക് വേണ്ടി ലോകത്ത് ഇട്ടേച്ചു പോയ അനന്തര സ്വത്ത് അത് ദിർഹമല്ല, ദീനാറല്ല, അത് ഫില്ലത്തല്ല, അതല്ല, അത് ഇൽമാണ്. കാരണം മറ്റേതൊക്കെ പോണ സ്വർണത്തിന് അറബ് ഭാഷയിൽ പറയുന്ന പേരെന്നെ ദഹബ് എന്നല്ലേ. അതിന്റെ അർത്ഥം എന്താ? പോണ സാധനം എന്ന് അല്ലേ? ദഹബാന്ന് പറഞ്ഞാൽ അവൻ പോയി എന്നല്ലേ. അപ്പൊ ദഹബ് എന്ന് പറഞ്ഞത് പോണ സാധനമാണ്. വിലന്നെ പോയി വന്നുകൊണ്ടിരിക്കണം. ഈ സാധനമാണെങ്കിൽ കബർ പോയും ചെയ്ത്. പിന്നെ രണ്ടാമത്തൊന്ന് ഫില്ലത്ത് തന്നെ കട്ട് ചെയ്യുന്നതിന്റെ അർത്ഥം. കട്ട് ചെയ്യുക. ഫല്ല എന്ന് പറഞ്ഞാൽ മുറിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അള്ളായിട്ടുള്ള ബന്ധത്തെ മുറിക്കുന്ന സാധനമാണത്. പിന്നൊന്നുള്ളത് ദീനാറാണ്. അതിന്റെ അവസാനം നാർ എന്നതാണ്. അത് നേരെ നരകത്തിക്ക. പിന്നുള്ളത് ഹം എന്ന് പറഞ്ഞാൽ മുഷിപ്പ് എന്നാണ്. ടെൻഷനാണ് കൂടിയിട്ട് സമ്പത്ത് കൂടിയോണ്ടൊന്നും ഒരിക്കലും സ്വസ്ഥ ഉണ്ടാവില്ല. വെറുതെ പറയണം. ഈടെ അടുത്തൊരു വലിയ മുതലാളിന്റെ വീട്ടിൽ, ആളെ ഞാൻ പറയില്ല, വലിയൊരു മുതലാളിന്റെ വീട്ടിൽ, ഏതാ ജില്ലയൊന്നും പറയില്ല, പ്രസംഗത്തിന് പോയപ്പോ ചായ പിടിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് ആളിനോട് പറഞ്ഞു, വിശാലമായ ഒരു കൊട്ടാരാണ്, പ്രവിശാലമായ ഭൂമിയിൽ വിശാലമായ പ്രൗഢഗംഭീരമായ രാജകീയ കൊട്ടാരമാണ്. അതിലിങ്ങനെ ഇരുന്നപ്പോ ഇയാളിനോട് പറഞ്ഞു, സ്വസ്ഥായിട്ടൊന്നും ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദ്വാരക്കണം. അപ്പൊ ഞാൻ ആളെ മുഖത്ത് ഒറ്റ നോട്ടാണ് നോക്കി. ആൾക്ക് മനസ്സിലായി ഇത്ര പൈസ ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാണ് എന്റെ നോട്ടത്തിന്റെ മാനാന്ന് മൂപ്പർക്ക് മനസ്സിലായി. അങ്ങനെ ചിലതുണ്ടാവുമല്ലോ. അപ്പൊ അതന്നെയാണ് എന്റെ നോട്ടത്തിന്റെ മാന. അങ്ങനെ തന്നെയാണ് എന്റെ നോട്ടത്തിന്റെ ലക്ഷ്യം. അതിന് അപ്പൊ ആളിനോട് പറഞ്ഞു, പൊന്നാറുസ്ഥായി പൈസ ഉള്ളതുകൊണ്ടൊന്നും സമാധാനം ഉണ്ടാവില്ല. അത് ഞാൻ ചോദിച്ചു, നിങ്ങൾ കാര്യം തന്നെ പറഞ്ഞു വെച്ചു. കാരണം ആ ജില്ല മൊത്തം
സോറി ജില്ല ഞാൻ പറഞ്ഞിട്ട് ആ സ്ഥലം മൊത്തം വാങ്ങാനുള്ള പൈസ മൂപ്പര് എടുത്തിട്ടുണ്ട്. വാങ്ങിയാലും ബാക്കി പൈസ ഉണ്ടാവും. നമ്മൾ ചില ആൾക്കാർ മുതലാളിമാരെന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാവില്ല, 2 പെൺകുട്ടികളെ കെട്ടിച്ചു നോക്കണം, കടവും ചോദിച്ചിട്ട് അങ്ങനെ നടക്കും. മുതലാളിയായിട്ട് അറിയപ്പെടുന്നുണ്ട്. എനിക്കറിയാം വലിയ വലിയ മുതലാളിമാർ. പിന്നെ അതിന് അയാളെ കാണൂല, എന്താ ചോദിക്കുമ്പോൾ അവർക്ക് ടെൻഷൻ അടിച്ച് എടുക്കുന്നത് 3 പെൺകുട്ടികളൊപ്പം കെട്ടിച്ച് അതിലാകെ കാലിയേക്കുന്നുള്ളത്. അതിന്റെ മുമ്പാണ് എന്നിട്ട് വലിയ മട്ടത്തിൽ ഇങ്ങനെ ഞാനാ ഇവിടുത്തെ വലിയ നടക്കല്. വേണ്ട, ഏറ്റവും വലിയ മുതലാളിമാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. അത് മലപ്പുറം ജില്ലയാണെന്ന് ശരി, പാലക്കാട് ജില്ലയാണ് ശരി. പാലക്കാട് ജില്ലയിൽ മൊത്തം മനുഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് ഉച്ചക്കൊരു ഭക്ഷണം കൊടുക്കാനുള്ള പൈസ എടുത്തുണ്ടോ? എന്നാ മുതലാളി എന്ന് പറഞ്ഞു. ഒറ്റ നേരത്തെ ഭക്ഷണം ഇല്ലല്ലോ, പിന്നെ എന്താ മുതലാളി എന്ന് പറഞ്ഞു. പക്ഷെ ഉള്ളതിന് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മേൽക്ക് ആരും കയറണ്ട, ഉള്ളതിന് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മേൽക്ക് കയറിയ ബുദ്ധിമുട്ടാണ്, ഉള്ളതിന് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണേ. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇൽമിനെ അധികരിപ്പിക്കാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ചെറുപ്പക്കാരെ, എന്നെ കേൾക്കുന്ന കാരണവന്മാരെ, ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളുമൊക്കെ സ്വർഗത്തിലേക്ക് പോകുമ്പോ നമ്മളെപ്പോലെയുള്ളവരെ എങ്ങനെയാണ് പോവുക എന്നറിയോ? അത് അവരെ സ്നേഹിച്ചിട്ടും സഹായിച്ചിട്ടുമാണ്. ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇദജ്തമൽ ആലിമു കഠോരമായ നരകത്തിന്റെ മുകളിൽ സ്ഥാപിക്കപ്പെട്ട വാളിനേക്കാൾ മൂർച്ചയുള്ള മുതയേക്കാൾ നിർമ്മയുള്ള സിറാത്ത് പാലമില്ല. ആ പാലം കയറാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വരികയാണ്. ആ പാലം തന്നെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ടതാണ്. മുസ്ലിമീങ്ങളും മുനാഫിക്കുകളുമല്ലാതെ ആ പാലത്തിലേക്ക് കയറില്ല എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർക്ക് പാലത്തിന്റെ ആവശ്യമില്ല, അവർ നേരെ നരകത്തിലേക്ക്. എന്നാൽ ഈ പാലം കയറാൻ വേണ്ടി ആബിദീങ്ങളും ആലിമീങ്ങളും കടന്നു വരുമ്പോ, ആലിമീങ്ങളും ആബിദീങ്ങളും വരുമ്പോ ഇൽമില്ലാതെ എന്നാൽ ചെറിയതായ ഇൽമ കൊണ്ട് ചിട്ടയോടെ ജീവിച്ച് തഖ്വയോടെ അമൽ ചെയ്ത് പൂർത്തിയാക്കിയ അവസാനം ഈമാനോടെ മരിച്ചുപോയ അവാമില്ലേ, പബ്ലിക്കില്ലേ, നാടന്മാരില്ലേ, അങ്ങനെയുള്ളവരോട് പടച്ച തമ്പുരാൻ പറയോ, ഒരു വലിയ ആലിമല്ല, പക്ഷേ ചെറിയ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൈവശമുണ്ട്. അങ്ങനെയുള്ളവരോട് അതാ അല്ലാഹു പറയോ, നിങ്ങൾ തആൽ തഖദ്ദം വദ്ഖുലുൽ ജന്നത ബിഇബാദതിക. സ്വന്തം ഒരുപാട് കാലം അധ്വാനിച്ചില്ലേ, ജ്വല്ലറി ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പക്ഷേ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ഭൂസ്വത്തുണ്ട്, ഒരുപാട് ഫാക്ടറികളുണ്ട്, ഒരുപാട് ബിസിനസ് ഉണ്ട്, വിഭവങ്ങളുണ്ട്, സാമ്പത്തിക സമൃദ്ധിയുള്ള രാജാവിനപ്പോ സുഖോലപതയുടെ പർദീസയിൽ ജീവിച്ചവനാ. പക്ഷേ വിഗ്രഹങ്ങൾക്ക് മുടങ്ങിയിട്ടില്ല, ദീനീ സദസ്സ് മുടങ്ങിയിട്ടില്ല, ജമാഅത്ത് മുടങ്ങിയിട്ടില്ല, സദഖ മുടങ്ങിയിട്ടില്ല, വാള് മുടങ്ങിയിട്ടില്ല. അല്ലാഹു പറയും, കടന്നു കാലങ്ങളേറെ ഇബാദത്ത് ചെയ്തില്ലേ എന്ന് ആബിദായ മനുഷ്യനോട് പടച്ച തമ്പുരാൻ പറയുമ്പോ ആലിമിനോട് പറയപ്പെടുന്നതാണ്. അതാ വിഷയം. ഫയുഖാലുലിൽ ആലിമി, ആലിമിനോട് അല്ലാഹു പറയും തഖദ്ദം വദ്ഖുലിൽ ജന്നത ബിഇബാദതിക എന്ന് ആബിദിനോട് പറയോ, ആലിമിനോട് പറയില്ല. ആലിമിനോട് പറയും കടക്കല്ലേ, അവിടക്ക് കടക്കല്ലേ. മുഴുവൻ സദഖയുടെ ആളുകൾക്കും ഈ ഹദീസ് ഞാൻ സമ്മാനം തരാം. കടക്കല്ലേ അവിടക്ക്. എവിടക്കാ പോണു? സ്വർഗത്തില്. ആയി ശരി, നിങ്ങൾ ഒറ്റക്ക് പോയാൽ പറ്റുമോ? നിങ്ങളൊരു സ്ഥാപനം നടത്തുമ്പോൾ സിമന്റ് ചാക്ക് പറഞ്ഞപ്പോ കൊട്ടക്കണക്കിന് തന്നവരില്ലേ? ഒരു ലൈബ്രറിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരുപാട് തന്നവരില്ലേ? പൊന്നുവാരി തന്നവരില്ലേ? കറൻസി തന്നവരില്ലേ? നിങ്ങൾക്ക് ഏത് സഹായം വാഗ്ദാനം ചെയ്തവരില്ലേ? നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ദർശനത്താൻ ബിൽഡിംഗ് ഉണ്ടാക്കി തന്ന ആചാര്യന്മാരില്ലേ? നിങ്ങളെ മക്കളെപ്പോലെ ഏറ്റെടുത്ത് തീറ്റിപ്പോറ്റിയിട്ടുള്ള കാക്കമാരില്ലേ? അവരൊക്കെ കൂടി നരകത്ത് കുടുങ്ങിയിട്ട് നിങ്ങൾ ഒറ്റക്ക് അവിടെ പോയിട്ട് സുഖിക്കുമ്പോൾ മോശമല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഇൽമിന്റെ വക്താവായി, പ്രയോക്താവായി, പ്രചാരകനായി, പ്രബോധകനായി, തദ്രീസും വഅളുമായിട്ടൊക്കെ നടക്കുമ്പോ നിങ്ങളെ സഹായിച്ച ആരൊക്കെ നാടന്മാരുണ്ടോ ഓലൊക്കെ ഇങ്ങോട്ട് വിളിച്ചോളിന്ന്. അപ്പൊ സിറാത്ത് പാലത്ത് വെച്ചിട്ട് മൂപ്പര് ലീസ്റ്റ് അങ്ങോട്ട് വായിക്കും. മുഴുവൻ ആളുകൾ മൂപ്പര് ബാക്കിലെത്തും. ഒരു സൈന്യമായിട്ടാണ് മൂപ്പര് സ്വർഗത്ത് കടക്കുക. വഅല മുഹമ്മദ് സയ്യിദുനാ മുഹമ്മദ്. കൊണ്ട് ചിന്തിക്കണേ. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലത്തുള്ള ആലിമീങ്ങളല്ലാത്ത പലരുടെയും ഖബർ ഇപ്പോഴും പരിശോധിച്ചപ്പോൾ ഖബർ പരിശോധിക്കാൻ വേണ്ടി കുടിച്ചതല്ല, വേറെ പല മയ്യത്തുകളെയും മറവ് ചെയ്യപ്പെടാൻ
അത് അടുത്തുള്ള ഖബറിൽ വികാസ് തട്ടിയപ്പോൾ അത്തറിന്റെ വാസന മാഷാ അല്ലാഹ്. ഉമ്മമാരെ, ഈ ലക്കിടിക്കടുത്തൊരു സ്ഥലത്ത് ഞാൻ ആ കൃത്യമായ മഹലിന്റെ പേരോർക്കുന്നില്ല. കഴിഞ്ഞ 1.5 കൊല്ലം മുമ്പ് വാളിന് വേണ്ടി ഞാൻ വന്നപ്പോൾ കേരളത്തിലെ പ്രഭാഷകന്മാരൊക്കെയും പങ്കെടുത്ത സദസ്സ്. എന്റെ ഓർമ്മയിൽ പ്രിയങ്കനായ സലാഹുദ്ദീൻ ഫൈസിയും അവിടെ ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഞങ്ങളെല്ലാവരും പങ്കെടുത്ത സദസ്സിൽ എന്റെ ദിവസം ഞാൻ പോയപ്പോൾ അവിടുത്തെ ഖതീബായ ഹുദവി എന്നോട് പറഞ്ഞു, കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആബിദത്തായ ഒരു പെണ്ണിന്റെ ഖബറിലേക്ക് ഒരു പുതിയ മയ്യിത്ത് വെക്കാൻ വേണ്ടി പഴയ മയ്യിത്ത് വെക്കപ്പെട്ട ഖബറിനെ രണ്ടാമത് തുറക്കുന്നൊരു സമ്പ്രദായം ആ മഹല്ലിലുണ്ട്. അതിന്റെ ഫിഖ്ഹിയായ നിയമം ഞാൻ പറയില്ല. ഇവിടെ അടുത്താണ്, ഇവിടെ അടുത്തൊരു സ്ഥലമാണ്. ഏതാ സ്ഥലം ഞാൻ ഓർക്കണില്ല. എന്താ ഒരു കുന്നും, ഇവിടെ അടുത്തൊരു കുന്നും. ശരിയെന്നല്ലേ ഞാൻ പറഞ്ഞ? അതാ അവിടെ പഠിച്ച ഉദവിയാണ് അവിടെ ഹത്തി വായിച്ചിരിക്കുന്നത്. സനത് ഇവിടെ ചൂണ്ടിക്കാണിച്ചു ശരിയാണ്. അങ്ങേപ്പറമ്പ് അല്ലേ, പാലക്കാട് അടുത്ത്. എന്നെ എന്റെ അനുഭവം ഞാൻ പറയാം. അവിടെ പോയപ്പോ ആ ഉദവി എന്നോട് പറഞ്ഞു, ഇവിടെ പഠിച്ച ഉദവിയാണുമ്പോ ഉദവികൾ എവിടെയാണെങ്കിലും വാഫികളൊക്കെ ഒക്കെ ഹിദായത്തിന് വേണ്ടി ദാവത്തിന് വേണ്ടി പടപൊരുന്ന ആളുകളാണ്. അല്ലാഹു തആല ഞങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഉറപ്പ് വയ്ക്കുന്നത്. അല്ലാഹു തആല ഞങ്ങൾക്ക് ഇഖ്ലാസിൽ ദാവത്ത് നടത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഒന്ന് ആമീൻ പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഞാൻ പോയപ്പോ അത് പെണ്ണുങ്ങളൊക്കെ ഒന്ന് കേട്ടോളി. ഈടെ അടുത്ത് സംഭവിച്ചാണ്. ഒരുപാട് മുമ്പ് മറവ് ചെയ്യപ്പെട്ട ഒരു സഹോദരിയുടെ ഖബർ ഭിത്തിയിൽ വികാസ് തട്ടി. അല്ല ആ ഖബറിനെ പഴയ മയ്യിത്ത് വെക്കാൻ വേണ്ടിയിട്ട് തുറക്കണം. അതിനുണ്ട്. അതിന്റെ ഫിഖ്ഹിയായ വശം ഞാൻ പറയില്ല. അതാലും നിങ്ങൾ പറയട്ടെ, ഞാൻ അതിൽ ഇടപെടുന്നില്ല. ഏതായാലും അവിടുത്തെ അത് തെറ്റാന്ന് ഞാൻ പറയണില്ല. അവിടെ അങ്ങനെ സമ്പ്രദായം ഉണ്ടെന്ന് പറയണുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഖബറിങ്ങനെ മണ്ണൊക്കെ കുഴിച്ചെടുത്തിട്ട് മൂടലിൽ കണ്ട് ഇളക്കിയപ്പോ അത്തറിന്റെ വാസന പുറത്തേക്ക് കണ്ട് വന്നു എന്ന് പറഞ്ഞു. 17 കൊല്ലം മുമ്പ് മറയപ്പെട്ട ഒരു പെണ്ണിന്റെ മയ്യത്തിന്റെ ശരീരത്തിൽ നിന്നാണ് അത്തറിന്റെ വാസന പുറത്ത് കയറുന്നത്. നിങ്ങൾ 17 കൊല്ലം നീണ്ടിക്കുന്ന ഒരു അത്തർ കാണിച്ചു തരും. എനിക്ക് 1 കോടി റുപ്യ ഞാൻ തരാം. നേരത്തെ 1 കോടി ഉണ്ടോന്ന്. കാരണം നിങ്ങൾ കാണിച്ചില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ്. അഥവാ കാണിച്ചിട്ടാണെങ്കിൽ 1 റുപ്യ എടുത്തിട്ടാണ് കോട്ടും ഞാൻ. ഇങ്ങനെ കോടിയാതാക്കിയാൽ മതില്ല. അതിനൊക്കെ നമ്മളെടുത്തോ. നമ്മളിപ്പോ മുത്താലിമ്യങ്ങളാകുമ്പോൾ ഇവരുടെ നിന്ന് കിട്ടിയ കുറച്ച് ഇരിക്കുമ്പോൾ നമ്മളെടുത്തുണ്ടാവില്ലേ. അപ്പൊ അതിനുള്ള പരിപാടി ഞാൻ തന്നെ പറഞ്ഞു, ആയിട്ട് വരണ്ടാന്നർത്ഥം. ഏതായാലും 17 കൊല്ലം നീണ്ടിക്കണ അത്ര നിങ്ങൾ പറഞ്ഞാൽ പോരാ. അതിന് ഞാനൊരു 17 കൊല്ലം ജീവിക്കണ്ടേ, നല്ല എത്തേനാവുള്ളൂ. അപ്പൊ ഏതായാലും എത്ര വലിയ അത്തറ് തേച്ചാലും, ഞാൻ എന്റെ റൂമിലൊക്കെ നല്ല അത്തറുണ്ട്. ഞാൻ അത്തറ് വല്ലാതെ ഇഷ്ടപ്പെടുന്ന ആളാണ്. നല്ല വലിയ വിലപിടിപ്പുള്ള അത്തറിന്റെ ഇട്ടുണ്ട്. പക്ഷെ എങ്ങനെ തേച്ചാണ്ട് ഇറങ്ങിയാലും ഇറങ്ങി നോക്കിയാൽ അതിന്റെ അഡ്രസ് ഉണ്ടാവും. പിന്നെ ഞാനത് പോക്കറ്റ് കൊണ്ടിറക്കല. എപ്പോഴും എന്റെ പോക്കറ്റിൽ അത്തറുണ്ടാവും. എപ്പോഴും ഉണ്ട്. അത് നല്ലതാ. ഈ സാധനമൊക്കെ ഒന്ന് ഒപ്പം കൊണ്ടിറക്കുന്ന നല്ലതാ. അത് തുറന്നാളിന്നോ അങ്ങനെ ആയിരുല്ല. അതിപ്പോ ചോദിക്കണവർക്കൊക്കെ കൊടുക്കാൻ. പിന്നെ ഞാനപ്പോ അത്രക്കാട് ഇറന്നാലും പറ്റൂലല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾ പൈസ എടുത്ത് വേറെ ആയിക്കോളി. അപ്പൊ ഏതായാലും ഇത് കൊണ്ടിടക്കണം. എന്തിനാ വെച്ചാൽ ഇത് എവിടെന്നെങ്കിലും പൊറ്റിയ ഒന്നും ആവൂല. ഇത് ഒപ്പം കൊണ്ടിറക്കണം. എന്നാൽ മയ്യത്തിന്റെ ശരീരത്തിലാ പൊറ്റി കൊടുത്തെങ്കിൽ എന്നിട്ട് മണ്ണിന്റെ അടിക്കാണ്ട് വെച്ചു കൊടുത്തിട്ട് 17 കൊല്ലം കഴിഞ്ഞിട്ട് അത്തറിന്റെ വാസന പോയിട്ടില്ല പറഞ്ഞാൽ അത് ദുനിയാവിൽ അത്രല്ല എന്നതിന്റെ അർത്ഥം. ചിന്തിക്കണേ. 17 കൊല്ലം മുമ്പ് മറവ് ചെയ്യപ്പെട്ട ഈ സഹോദരിയുടെ ശരീരത്തിൽ നിന്ന് അത്തറിന്റെ പൂമണം പുറത്തേക്ക് പ്രവഹിച്ചു എന്ന് മാത്രമല്ല, അവരുടെ കഫൻ തുണിയുടെ കളർ പോലും മാറിയിട്ടില്ല. ഇത് നേരെ കണ്ടപ്പോൾ കബറ് കുഴിച്ചവർ അന്ധാളിക്കുകയാ. അവർ മൂടുകല്ല് നീക്കിയിട്ടുണ്ട്. ഭയപ്പെട്ടുകൊണ്ട് ആ നീക്കിയ മൂടുകല്ല് രണ്ടാമത് വെക്കാതെ നീക്കപ്പെട്ട മൂടുകല്ല് അങ്ങനെ തന്നെയായിട്ട് മണ്ണങ്ങ് വാരിയിട്ട് നിറയ്ക്കുകയാ. മൂടലിൽ ഇറക്കിയിട്ട് നീക്കിയിട്ടുണ്ട്. പക്ഷേ പേടിന്റെ ഊക്കൊണ്ട് ആ നീക്കിയ മൂടൽ പിന്നെ വെച്ചില്ല. മണ്ണൊന്നായിട്ട് വാരിയിട്ട്. അപ്പൊ ആ മൂടൽ നീക്കിയെടുത്ത് വിടവുണ്ടാവല്ലോ, അയിക്കൂടി മയ്യത്തിന്റെ ശരീരത്തിലേക്കല്ലേ മണ്ണ് വരിക. അങ്ങനെ ഇട്ടിട്ട് മൂടി. പിന്നെ ഇവർക്ക് തോന്നി അതങ്ങനെ സ്വകാര്യം വെക്കണ്ടെന്ന്. നാട്ടിലെ ലീക്കായി ഇങ്ങനെ സംഭവിച്ചിരുന്നു. അപ്പൊ അവരെല്ലാരും കൂടി ചെറുശ്ശേരി സ്ഥാനത്ത് പോയി. മസാല പിന്നെ അവിടെ നിന്നല്ലോ ഫ്രഷായ മസാലൊക്കെ ആ ഫാക്ടറി നല്ല കിട്ടില്ല. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സൽ കിട്ടെ. ചെറുശ്ശേരിസ്ഥാനോട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, അതിന്റെ മസാല എന്താന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ മൂടലിൽ ഇറക്കിയിട്ട് മണ്ണ് വാരിയിട്ടപ്പോ മയ്യത്തിന്റെ ശരീരത്തില്. ചെറുശ്ശേരിസ്ഥാൻ പറഞ്ഞേ ആ മൂടലിൽ എന്ന് പറഞ്ഞാൽ മയ്യത്തിന്റെ അവകാശമാണ്. അവരെ മറുപടി അങ്ങനെ ആയിരിക്കും. അവരെ മറുപടി അങ്ങനെയാണ്. അതുകൊണ്ട് തന്തവാര് പറഞ്ഞവര് പറയുന്നില്ല. മൊല്ലാക്കനോട് ഒരാൾ വെച്ച് ഈ കീരിനെ അർത്ഥം പറ്റുവാ? കീരിനെ ഇവർക്ക് മസാല കിട്ടുന്നില്ല. കീരിനെ അർത്ഥം പറ്റുമെന്ന് വെച്ചാല് ആരെപ്പ അർത്ഥുന്നത്? മുമ്പ് ചൂടാൻ തുടങ്ങി. അല്ല, അർത്ഥ തിന്നതല്ല, തിന്നാൻ പറ്റുമോന്ന്. തിന്നാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാ കീരിനെയും പറ്റുമെന്ന് എനിക്കറിയില്ല. ഖുർആനിലൊരു തെരുക്കീരി എന്നുള്ള കീരിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ കിട്ടിയാൽ നല്ലോണം തിന്നാന്ന് പറഞ്ഞു. മൂപ്പര് അവസാനം അതിനെ കീരിയാക്കിച്ച്. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുള്ള മനുഷ്യനോട് മുമ്പ് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഒലക്കങ്ങനെ ചാരിച്ചിരിക്കണം. അതിന്റെ അടുത്ത് കൂടി ഒരു കോഴി പോയപ്പോ ഈ ഒലക്ക വീണിട്ട് കോഴി ചത്തു.
മൂലർക്ക് കോഴിക്കൂട്ടാൻ കൊണ്ടുവന്ന് വെച്ചപ്പോ മൂപ്പരിങ്ങനെ രണ്ട് നുറുക്കൊക്കെ തിന്നിക്കണ്. മൂന്നാമത്തത് പാട്ടങ്ങനെ ചരിച്ചിട്ട് ഇയാൾ ഇട്ടുകൊടുക്കാൻ നേരത്തെ പറഞ്ഞത് കുന്തം വീണിട്ട് ചത്ത കോഴിയാണ് തിന്നാൻ പറ്റുമോന്ന് വെച്ച്. കുന്തം വീണിട്ട് ചത്ത കോഴിയാണെങ്കിൽ തിന്നാൻ പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾ നേരത്തെ വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അതിന്റെ ഇടയിലാണ് ഒരു കുറക് ഇങ്ങനെ ഉരുണ്ട് വീണത്. അപ്പോഴും മൂപ്പർ തിന്നു. അപ്പൊ ഇയാൾ അറിഞ്ഞ ഉരുണ്ട് വീണതൊക്കെ തിന്നാ പാട്ടീന്ന് എടുത്ത് മുക്കി തിന്നാൻ പറ്റൂല എന്നാണ് വസലാം. ഒഴുകി വരണൊക്കെ വന്നോട്ടെ, അതിന് പ്രശ്നമില്ല, തടസ്സം ചെയ്യണ്ട. അങ്ങനെയൊന്നും പോലെ ഉഹ്റവി ആലിമീങ്ങൾ അങ്ങനെ പറയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ അതിന്റെ പേരിൽ കുറെ കളവേറ്റ് നടക്കുമ്പോ ഉഹ്റവി ആലിമാവൂല. അള്ളാഹുത്തല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ് മൂടിൽ മയ്യത്തിന്റെ അവകാശമാണ് കഴിഞ്ഞു. നീ ചിന്തിക്കണേ, ഇവര് രണ്ടാമത് തിരിച്ചു വന്നുകൊണ്ട് ആ മയ്യത്ത് പിന്നെയും മൂടുകളിൽ വെക്കാൻ വേണ്ടി കബർ പിന്നെയും കുടിക്കുകയാണ്. രണ്ടാമത് കബർ പിന്നെയും മണ്ണ് വാരിയെടുക്കുകയാണ്. ദിവസങ്ങൾക്ക് ശേഷമാണ്. നിങ്ങളൊക്കെ നമ്മുടെ ഹയാത്തുള്ള റൂഹുള്ള നമ്മുടെ ശരീരത്തിൽ മണ്ണായിട്ട് അത് കഴുകാതെ കൊണ്ടുവന്നാൽ കൊയിനക ഉണ്ടാവും എന്നാണ് ഹയാത്തുള്ള ശരീരം ചെയ്യും. ഹയാത്ത് വേർപ്പെട്ടാ പിന്നെ ശരീരം കിട്ടും. കാരണം ഈ സൂര്യപ്രകാശം ഓക്സിജൻ ഇല്ലെങ്കിൽ തന്നെ ശരീരം പെട്ടെന്ന് ചെയ്യുന്നതാണ്. സൂര്യപ്രകാശം ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ ചെയ്യും. അതിനെ കൂടുതൽ മണ്ണും കൂടി ആയാലോ ജീർണിച്ച് ലയിച്ചു പോകും. അതാണ് ശാസ്ത്രീയമായ സ്വാഭാവികത, അങ്ങനെയാണ്. പക്ഷേ ഇത് ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും ആ കബറ് മാന്തിയപ്പോ ആ മണ്ണ് തട്ടിയ സ്ഥലത്ത് കഫംപുണിക്ക് ചെറിയ കളർ മാറ്റം വന്നു എന്നല്ലാതെ അത്തറിന്റെ ഗന്ധം പോയിട്ടില്ല. ഉമ്മമാരെ എന്താ കാരണമെന്നറിയോ? ആ സഹോദരി ശരീരത്തിലുള്ള പൊന്നു മുഴുവനും പള്ളിക്കമ്മിറ്റി ഏൽപ്പിച്ചിട്ടാ മരിച്ചത്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പടച്ചവൻ നൽകിയിട്ടുള്ള സമ്പത്ത് കൊടുത്തുകൊണ്ട് മരിച്ചുപോയ പെങ്ങള് മണ്ണറയിൽ മണിയറയിൽ മണവാട്ടി വിശ്രമിക്കുമ്പോൾ 2 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സ്ഥലത്ത് അത്ഭുതം തുറന്നുവെങ്കിൽ പ്രിയപ്പെട്ട ഉമ്മ, 200 ചില്ലാമ താലിമീങ്ങൾ പഠിക്കുന്ന പ്രോജ്വലമായ സ്ഥാപനമില്ല. യശസ്സുയർത്തി നിൽക്കുന്ന നാൾക്ക് നാൾ ഇസ്സത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനമില്ല. എത്രയെത്ര ലേഖകന്മാരാ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയത്, എത്ര പ്രഭാഷകന്മാരാ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എത്ര യോഗ്യരായ സമർത്ഥരായ നിപുണരായ മുതഅല്ലിമീങ്ങളാ നാഫിയായ ഇൽമുമായി നാളെ അതാ ഖിദ്മത്തിന്റെ ഗോതയിൽ ഇറങ്ങാൻ കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാരണവന്മാരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് ആറുകാലുള്ള കട്ടിലേക്കാർ ആരുടെ മണ്ണിലേക്ക് താഴ്ത്തപ്പെടുമ്പോ മൂക്കിലൽപ്പം പഞ്ഞുമായി കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, മയ്യത്ത നബിയുനാ മുഹമ്മദ് മുസ്തഫ വീട്ടിൽ നിന്ന് കുളിപ്പിച്ചുകൊണ്ട് കഫൻ ചെയ്തുകൊണ്ട് മയ്യത്തിനെ പുറത്തെടുത്തുകൊണ്ട് ജനാസ കൊണ്ടുവരുമ്പോ ആ മയ്യത്തിന്റെ കൂടെ 3 എണ്ണം അനുഗമിക്കുന്നതാണ്. യസ്ബഹുൽ മയ്യിത്ത അഹ്ലുഹു വമാലുഹു വഅമലുഹു. ആ മയ്യത്തിന്റെ കൂടെ അവന്റെ മക്കളുണ്ടാകുന്നതാ. അതേ മയ്യത്തിന്റെ കൂടെ മയ്യത്ത് കെട്ടിലുണ്ടാകുന്നതാ. പലപ്പോഴും പായുണ്ടാകുന്നതാ. പുടവ പാറാതിരിക്കാൻ കെട്ടിയിട്ടുള്ള നാരുണ്ടാകുന്നതാ. ഇതൊക്കെ മാലിൽപ്പെട്ടതാ. പക്ഷേ ഇരുട്ടുകൊണ്ട് പെയിന്റിട്ട കബറാകുന്ന പുതുസായ മണ്ണറയില്ലേ, ആ മണ്ണറയിലേക്ക് താഴുന്ന ഉമ്മ, ആ മണ്ണറയിലേക്ക് താഴുന്ന പെങ്ങളെ, കൊട്ടാരത്തിൽ പാർത്തുകൊണ്ട് സുഖിച്ചുകൊണ്ട് പാതിരാത്രിയുടെ ഇരുട്ടിലേത് തീക്ഷ്ണമായ ഉഷ്ണമായി കയറി വന്നാൽ ഒരു ബട്ടനമർത്തിക്കൊണ്ട് തണുപ്പായ അന്തരീക്ഷത്തിൽ പ്രൗഢഗംഭീരമായ മാർബിൾ കൊട്ടാരങ്ങളിൽ താമസിച്ച് പരിചയമുള്ളവര് എല്ലാവർക്കും ഇറങ്ങിക്കിടക്കാനുള്ളത്. അവിടെ ഫാനില്ല, ഓടിയില്ല, മാർബിളില്ല. ആ കബറിലേക്ക് അങ്ങ് താഴ്ത്തപ്പെടുമ്പോ മക്കളില്ല, സമ്പാദിച്ച സമ്പത്തില്ല.
അവന്റെ അമല് മാത്രമേ ഖബറിലേക്ക് പ്രവേശിക്കൂ എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ എത്ര പതിനായിരങ്ങളാ, എത്ര ലക്ഷങ്ങളാ നാം അനാവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചത്, എത്രയാ നമ്മൾ ദൂരത്തിന് വേണ്ടി ചെലവഴിച്ചത്. ഒരു മകളെ കെട്ടിക്കുമ്പോ എത്ര കോടികളാ നാം പൊടിപൊടിച്ചത്. പാവപ്പെട്ടൊരു പൈതൽ അപ്പുറത്ത് കെട്ടിക്കാൻ പ്രായമായിട്ട് പവന്മാരെ ചാർത്താൻ കഴിയാതെ തോന്നിപ്പിടിപ്പിച്ച മണ്ണിന്റെ പുറയിടുക, ആ പുറയിടത്തിൽ ആ കല്ലിലേക്ക് കവൾ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട അജിക്ക ലക്ഷങ്ങൾ പൊടിപിടിപ്പിച്ചുകൊണ്ട് ദൂരത്തിലൂടെ ചലിക്കുന്ന ജ്വല്ലറിയായി മാറിയ നിന്റെ മകളങ്ങ് ആർഭാട വണ്ടിയിലേക്ക് കയറുമ്പോ ഇത് നോക്കിയിട്ട് കവളിലൂടെ കണ്ണീരൊലിപ്പിച്ച പ്രിയപ്പെട്ട പെങ്ങളില്ലേ, ആ പെങ്ങളെ കണ്ണീര് പിടിപ്പിച്ചുകൊണ്ട് എത്ര ലക്ഷങ്ങളാ നാം പൊടിപിടിച്ചത്. എന്നാൽ അതും കൊണ്ടെല്ലാം അല്ലാഹുവിന്റെ അദാബായിട്ട് ഇറങ്ങാൻ സാധ്യതയുള്ള, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനോ ഇനി ദൂരത്തിൽ നിന്ന് രക്ഷപ്പെടാനോ സംഭവിച്ചതൊക്കെ മാപ്പാക്കാനോ ഭാവി ഭാസുരമാക്കാനും കഴിയുന്ന ഒരു ഒറ്റമൂലിക മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സദഖത്തു റബ്ബുൽ ബലായ. ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയോ പരാജയങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മനുഷ്യനെ തടുക്കുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് സദഖയാ എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല സി.ടി. ഇബ്രാഹിം ഹാജി 30 ചാക്ക് സിമന്റ് അല്ലാഹു കബൂലാക്കട്ടെ. മുഹമ്മദ് ഹാജി പലകപ്പറമ്പ് 25 ചാക്ക് സിമന്റ് അല്ലാഹു തആല കബൂലാക്കട്ടെ. അപ്പൊ 55 ചാക്ക് സിമന്റായി ഒരു 300 ചാക്ക് സിമന്റ് നിങ്ങൾ തരണം. ഒന്ന് എല്ലാരും ഇത് മുച്ചാലി ഇത് വെറുതെ ആവില്ല, ഈ രാത്രി വെറുതെ ആവില്ല, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ എന്റെ ഒരു അറിവ് ഞാൻ 30 കൊല്ലത്തോളം അബൂദാബിയിൽ പണിയെടുത്ത ഒരാള്, എനിക്ക് ആളെ പേര് ഞാൻ മറന്നുപോയി. ആള് ഒരുപാട് കാലം പണിയെടുത്തിട്ട് അവസാനം നാട്ടിൽ വന്നു. ഇനിയൊന്നും മരിച്ചു കിടക്കല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ആള് തിരിച്ചു വന്നു. വൈകാതെ തന്നെ ആൾ മരിച്ചു. ആള് 30 കൊല്ലത്തിനിടയിൽ നാട്ടിലുണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു വരുമാനം എന്താ വെച്ചാൽ ആളൊരു വീടാണ്, വേറെ ഒന്നുമില്ല. 30 കൊല്ലത്തിനിടയിൽ ഒരു വീടുണ്ടാക്കി ഒരു മോളെ കെട്ടിച്ചു. അയാള് ഇനിന്ന് മരിച്ച് ഞാൻ ഉണ്ടാക്കിയ വീട്ടിൽ സ്വസ്ഥമായിട്ട് കുറച്ച് കൊല്ലങ്ങളെ കഴിയണ്ടെന്നൊക്കെ മനസ്സിലാക്കി ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായിട്ട് ആ വീട്ടിലേക്ക് കുറഞ്ഞ കാലം താമസിക്കാൻ വേണ്ടി വന്നപ്പോ വൈകാതെ അയാൾ മരിക്കുകയാണ് ആ വീട്ടിൽ. ചിന്തിക്കണേ, ഈ ദുനിയായിൽ ലൈഫിന്റെ ഒരു ചതിങ്ങൾ ചിന്തിക്കണം. മൽ ഹയാത്തു ദുനിയ ഇല്ല മതാഉൽ ഖുറൂർ. ഈ ആയത്തിന്റെ തഫ്സീറൊന്നും അറബി ഇബാറത്തുകൾ മുത്താലയ്യത്ത് മനസ്സിലാക്കാൻ കഴിയാത്തവര് കിതാബ് നോക്കണ്ട, അങ്ങനത്തെ വീട്ടിലൊക്കെ നോക്കിയാൽ മതി, വേറെ എടുക്കും പോണ്ട. 30 കൊല്ലത്തിന് ശേഷം ഇയാൾ വന്നിട്ട് മരിച്ചു. അപ്പൊ വലിയ മാർബിളിന്റെ ഒരു വീടാണ്. മരിച്ചപ്പോ മയ്യത്ത് ഒളിപ്പിക്കാൻ സ്ഥലമില്ല, എല്ലാ റൂമും അലങ്കരിച്ചിരിക്കണം, പുതിയ മാർബിളാണ്. അപ്പൊ ഒരു മാർബിളിന്റെ ഭാഗം പൊട്ടിച്ചിട്ട് വേണം റൂമിൽ വെച്ചിട്ട് മയ്യത്ത് ഒളിപ്പിക്കുകയാണെങ്കിൽ നടത്താൻ. അപ്പൊ ഒരു മോൻ പറഞ്ഞു ആ പുതിയ മാർബിളാ തൊടാൻ പറ്റൂലെന്ന്. ഇയാൾ തന്നെ ഉണ്ടാക്കിയത്. ഇയാള് 30 കൊല്ലം ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലെ സൈഡിലുള്ള ഒരു മാർബിൾ പൊട്ടിക്കാൻ മൂത്തോൻ സമ്മതിച്ചില്ല. അപ്പൊ പുതിയ മാർബിളല്ലേ കേടെടുത്തണ്ട. മറ്റോ പറഞ്ഞ അത് വാപ്പുണ്ടാക്കി വെച്ചിട്ട് മാർബിളൊക്കെ പൊടിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കണമെന്ന്. എന്നിട്ട് മക്കൾ തന്നെ തീരുമാനിച്ചു പുറത്ത് പായ കെട്ടിയിട്ട് താഴത്തുനിന്ന് കുളിപ്പിക്കാൻ. വാപ്പുണ്ടാക്കിയ പൊരന്റെ മാർബിൾ പൊട്ടിക്കാൻ മരിച്ചതിന് ശേഷം മക്കൾ തയ്യാറായില്ല. ഈ വാപ്പന്നെയാണ് ഇത് അധ്വാനിച്ചുണ്ടാക്കിയത്. കാരണം ഇതൊക്കെ മരിച്ചാൽ പോകും. കഫൻ തുണിയിലാണ് കയറിയാൽ ഭൗതികമായ സകല വിഭവങ്ങളും ടാറ്റാബായി പറയും. ഇനി നമ്മളെ കൂടെ ഉള്ളത് ഈ കൊടുത്തതാ. നേരെ മറിച്ച് നിങ്ങളടുത്ത് ഒരു 10 ലക്ഷം ഉണ്ടെന്ന് കൂട്ടാം, അതിൽ നിങ്ങളൊരു 10,000 ഇതിനു വേണ്ടി തന്നാൽ അത് കബർ പോയി തപ്പി അവിടെ കാണും, ഉറപ്പാണ്. ബാക്കി 9,90,000 അത് നമ്മളാണ് വെച്ചാൽ ഭാര്യയും കുട്ടികളും പുട്ടടിക്കും എന്ന് മാത്രമല്ല, പിന്നീട് ഒരു പക്ഷെ യുദ്ധം കഴിഞ്ഞാൽ ഇവർ കല്യാണം കഴിക്കുന്നത് നമ്മളെ എതിര് പാർട്ടിയിലുള്ള ആളായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാ അല്ലേ? കല്യാണം കഴിക്കൂലേ? അത് ശരി, കല്യാണം കഴിക്കൂലേ? നിങ്ങൾ എന്താ കരുതിയത്? ഇതൊക്കെ ദുന്യാവിന്റെ ഈ ബന്ധമുണ്ടല്ല, അതിലുള്ള ഓരോ പൊലിവാണ്. ഒന്നും വേണ്ട, നമ്മൾ മരിക്കൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ പോക്കറ്റ് കാലിയായി എന്നറിഞ്ഞാല് ഒരു ഗ്ലാസ് വെള്ളം മര്യാദക്ക് തരാൻ ഇന്ന് എത്ര ഭാര്യമാർക്ക് കഴിയും? ഇതൊക്കെ വേക്ക് കൂടിയിട്ട് തുള്ളണെന്തിനാരോ പോക്കറ്റ് നിറഞ്ഞുകൊണ്ടാണ്. ഇതാണ് കാലിയാക്കണം. മെനയില്ലാതെ കിടക്കുകയാണ്. ഇനി ഒരിക്കലും മെന ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ സ്നേഹിക്കണമെങ്കിൽ ഇൽമിന്റെ പ്രകാശം ഇല്ലാത്തവന് കഴിയൂല. എന്നോടൊരാള് ഒരു മസല വെച്ചിട്ടുണ്ട്, ഇദ്ദരിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന്. എന്നോട് ചോദിച്ച മസലയാണ്. ഇദ്ദരിക്കുന്ന ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് ഒരാൾ ചോദിച്ച മസലേണ്. ഞാൻ പറഞ്ഞു കെട്ടിച്ചുകൊടുക്കൽ പോയിട്ട് അന്വേഷണം പോലും ഹറാമാണെന്ന് ഫത്തുൽമീൻ അടക്കമുള്ള കിതാബിലൊക്കെ എന്നിട്ടല്ലേ കെട്ടിച്ചു കൊടുക്കൽ. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പറയില്ല, എന്തെങ്കിലുമൊക്കെ എന്നിട്ട് ഒപ്പിച്ചിരുന്നാൽ. പിന്നെ അങ്ങനെയല്ലോ, എന്തെങ്കിലുമൊക്കെ ഇട്ട് ഒപ്പിച്ചിരുന്നു. ചില ആളുകളൊക്കെ പടച്ചോനെ ഒന്നും മുത്താലിമായി ഞങ്ങളോട് അങ്ങനെ ചോദിക്കണമെന്ന് ശരിയല്ല, കാരണം ഞങ്ങൾക്കൊന്നും ഒപ്പിച്ചു കൊടുക്കാനുള്ള കഴിവില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അറിവ് അതാണ്, അതിലപ്പുറം എന്റെ അടുത്ത് ഒന്നുമില്ല.
അപ്പൊ ഞാൻ ഇയാളോട് പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ പറയണമെന്ന് വെച്ചാൽ. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, അത് ദുനിയാവിന്റെ ഒരു ചതി, ഇത് ഞങ്ങൾ മനസ്സിലാക്കണം. അയാൾ പറഞ്ഞു, ഈ മരിച്ച ഒരാള്, അയാളെ ഭാര്യ പെയ്തിരിക്കുന്ന അയാൾ ക്യാൻസർ പിടിച്ച് മരിച്ചതാണ്. അപ്പൊ അയാള് രോഗിയായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഇയാളെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന ഒരാളും മൂപ്പരെ ഭാര്യയും തമ്മിൽ പ്രേമത്തിലായി. ഇന്നിപ്പോ അതല്ല കാലം. ഒരു സഹോദരൻ 3 ചാക്ക്, മറ്റൊരു സഹോദരൻ 10 ചാക്ക്, അള്ളാഹു കബൂലാക്കട്ടെ. ആ ഇടയ്ക്ക് ഇങ്ങനെ വന്നോട്ടെ. ഞാൻ നേരത്തെ കോഴിക്കോട് വന്നാലും ഒഴുകി വന്നോട്ടെ, ഞാൻ ഇതിനു വേണ്ടി പണിയെടുക്കേണ്ടതില്ല. അല്ല, നേരത്തെ ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ വൈസ് ഉസ്താദ് എടുത്ത പണി തന്നെ ധാരാളം ഇവിടെ വെള്ളം പറ്റാതെ ഇങ്ങനെ ആ തണുപ്പിൽ നിൽക്കുന്നുണ്ട്. വേറെ ഹീറ്റൊന്നും ഇപ്പോൾ വന്നിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ആത്മാർത്ഥമായ മനസ്സിൽ നിന്ന് ഒഴുകി വരണം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, ഇതൊക്കെ എന്തൊരു ചതിയാ സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ ഒരു അവസ്ഥയില് എന്തിനേറെ പറയും. ഇപ്പൊ അടുത്ത് നിങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടില്ല, അത് ശരിയാണ്. ഫേസ്ബുക്കിലുള്ള മൊത്തം വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അത് ശരിയാണ്. 37 വയസ്സുള്ള ഒരു തള്ളന്റെ കൂടെ 17 വയസ്സുള്ള ചെക്കനല്ല ചാടിപ്പോയത്. ഈ ചെറുക്കനാരാ? ഈ തള്ളന്റെ മോന്റെ ഫ്രണ്ട്. എന്തെല്ലാം തമ്മാടിത്തരാക്കുന്നത്. അപ്പൊ ആ കൂട്ടത്തിൽ ക്യാൻസർ പിടിച്ച് കിടക്കണ തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സന്ദർശിക്കാൻ വേണ്ടി വന്ന ബനു ഓന്റെ ഭാര്യ തമ്മിൽ പ്രേമത്തിലായി. അങ്ങനെ ഇവന് പിന്നെ ഇടക്കിടക്ക് ഫോൺ വിളിച്ചിട്ട് ഇവളോട് ചോദിക്കും, എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ തട്ടിപ്പോയോന്ന്. ഒരിക്കലും ഇവള് പറഞ്ഞു, അങ്ങനെ ശ്വാസം മുട്ടി ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഓൻ പറഞ്ഞു, ഇജ്ജ് വിഷമിക്കണ്ട, മരിച്ചാൽ നിന്നെ ഞാൻ കെട്ടിക്കോളാം. ഓൻ മരിച്ചു. അപ്പൊ അവള് ഇരിക്കാണ്. അപ്പൊ ഓൻ പറഞ്ഞു, ഞാൻ തന്നെ ആണ്ട് തുടങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്, എന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം വന്നോട്ടെ, ഞാൻ തന്നെ തുടങ്ങി വെച്ചാൽ നാട്ടുകാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഇരുന്നു. അപ്പൊ ഇവള് നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരോട് പറഞ്ഞാണ്, എന്നെ ഇയാളും തമ്മിലൊന്ന് കെട്ടിച്ചേരാൻ ഞങ്ങളെന്ന്. അപ്പൊ യുദ്ധ തുടങ്ങിയിട്ടുള്ളൂ. ഇതാണ് അവസ്ഥ. യുദ്ധ തുടങ്ങിയിട്ടുള്ളൂ. ഇല്ലതാണ് അപ്പൊ ആണുങ്ങളെ അവസ്ഥ തന്നെ. അബ്ദുൽ ഖാദർ എന്നുള്ള സഹോദരൻ ഞാനോട് പറയുന്നു എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യക്ക് ക്യാൻസർ, ഞങ്ങൾ പ്രത്യേകം ദ്വാരക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ ചെയ്തപ്പോൾ തന്നെ ഫോണിലൂടെ തന്നെ ദ്വാരം കൊടുത്തു. ഇയാളെ നാട്ടിലൊരു പരിപാടിക്ക് പോയപ്പോൾ മൂപ്പരുണ്ട് ഒരു മഞ്ഞ ഷർട്ടും കള്ളിയത്തും എടുത്തിട്ട് മുമ്പിലിരിക്കുന്നത്, വെള്ള തൊപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഭാര്യക്ക് ക്യാൻസറാണ്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് ശരിക്ക് ഓർമ്മയുണ്ട്. അത് വെച്ചിട്ട് ഞാൻ വണ്ടി കയറാൻ നേരത്തെ ഇയാൾ വന്നപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. ഇയാൾ വന്നപ്പോ സലാം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഭാര്യക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ വളരെ ഹാപ്പിയിലാണ്, ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ല സുഖാണെന്ന് പറഞ്ഞു. ഞാൻ കരുതി ഫോണിലൂടെ ദ്വാരം നിർത്തപ്പോൾ അള്ളാഹു തആല കബൂലാക്കിയതായിരിക്കും എന്ന് കരുതി. അപ്പൊ ഞാൻ ചോദിച്ചു, ക്യാൻസർ എന്നെ മാറിയെന്ന് വെച്ച്. അല്ല, അത് മരിച്ചിപ്പോ പുതിയ ഭാര്യയാണെന്ന് പറഞ്ഞു. എത്ര എളുപ്പമുണ്ടോ ഞങ്ങള്. അത് ഭാര്യന് ഓർമ്മന്നല്ല, അതാണ് ഇപ്പൊ വളരെ സന്തോഷമാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞത്. ആദ്യത്തെ ഓർമ്മന്നില്ല. ദുനിയാവേ നിനക്ക് ഉണ്ടാവുള്ളൂ, ഇതിലപ്പുറം ദുനിയാവിലൊന്നുമില്ല. ആ ഉറപ്പാണ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. അടിതേറ്റിക്കും ഇബ്ലീസ്, അടിച്ചിറക്കും നോട്ടീസ്. അടിതേറ്റിക്കും ഇബ്ലീസ്, അടിച്ചിറക്കും നോട്ടീസ്. അത് വായിച്ച് പഠിച്ച് ഗമിച്ചാൽ പിന്നെ അതാണ് കുലുമാലാപ്പീസ്. അന്തസ്സുള്ളൊരു ദുനിയാവ് ആർക്കാണിവിടെ സ്ഥിരവാഴ്വ്, അവധിയടുത്ത് മരിച്ചാൽ പിന്നെ 6 അടി മണ്ണിൽ ഒരു വീട്. അന്തസ്സുള്ളൊരു ദുനിയാവ്. സത്യത്തിലൊരു പാട്ടൊന്നല്ല, അത് നല്ലൊരു പ്രമാണാണ്. ഇതാണ്, നമുക്ക് വല്ലതും കിട്ടണമെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും തരണം. അള്ളാന്റെ ദീനിന് വേണ്ടി ഖുർആൻ കൊണ്ട് രക്ഷപ്പെടുന്നവർ, ഇൽമോണ്ട് രക്ഷപ്പെടുന്നവർ, ഈമാൻ കൊണ്ട് രക്ഷപ്പെടുന്നവർ ആര് മാത്രമാണെന്നറിയോ? ശരീരവും മനസ്സും സമ്പത്തും അള്ളാഹ്ക്ക് കൊടുത്തവരാണ്. ഏതെങ്കിലും ഒന്ന് കൊടുക്കാതിരുന്നാൽ ഹലാക്ക് വരും. സമ്പത്ത് നിങ്ങൾ എന്തേത് ടോർച്ചാ ആയിക്കോട്ടെ, ഏതായാലും മജ്ലിസ് നൂറിലാണ്. അപ്പം ഒരു ടോർച്ച് തന്നിട്ടുണ്ട്. എന്താ പറയാ അല്ലേ? അല്ല ആയിക്കോട്ടെ, ഏതായാലും ടോർച്ച് ചെറിയ സാധനമൊന്നുമല്ല. ആയിക്കോട്ടെ, അവിടെ നിന്നോട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പോ നിങ്ങള് പിന്നെ പറ്റുന്നതൊക്കെ തരാന്നുള്ളതിന് ഇങ്ങനെ അർത്ഥം ഞാൻ എല്ലാവരും കൂടി കൊടുക്കാൻ നിൽക്കരുത്. അങ്ങനെയല്ല. ഞാൻ എവിടെ സ്ഥലത്ത് പറഞ്ഞു, പോകുമ്പോ വന്ന് പോക്കറ്റിൽ ചീർപ്പ് കൊണ്ടെടുക്കണ സുന്നത്തപ്പെട്ടാണെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടെടുക്കലുണ്ടായിരുന്നു. എവിടെ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ ഒരു പെരുന്നാളിന്റെ തലേന്ന്
12 മണിയായിട്ടുണ്ട്. അങ്ങനെ കിടക്കുമ്പോൾ ഒരാളെ വിളിച്ചിട്ട് ഞാൻ ഇന്ന സ്ഥലത്തിന് വരികയാണ്, നിങ്ങളും താഴ്ത്തി വരുമെന്ന് വെച്ചിട്ടുണ്ട്. പെരുന്നാളാവിന് ഒരു പ്രധാന സമ്മാനം തിരി ഒന്നാണ്, നിങ്ങളും മുടക്കരുത്, റസൂലുള്ളാഹിന്റെ സുന്നത്തപ്പെട്ട ഒരു സമ്മാനമാണെന്ന് പറഞ്ഞു. ഉറക്കൊന്നൊക്കെ എണീച്ചിട്ട് ഞാൻ ബനിയനുണ്ട് അതാ തോർത്തൊണ്ടൊക്കെ എടുത്തിട്ട് എനിക്ക് തോന്നിയൊരു കുട്ടിനും കൂടി കൊണ്ടുപോകണം. കാരണം പെരുന്നാളിന്റെ രാത്രിയിൽ കൊണ്ടുവരുന്ന സമ്മാനമല്ലേ, അപ്പൊ അത് താങ്ങാത്തൊരു ലഗേജ് ആണെന്നൊരു സംശയമൊക്കെ എനിക്ക് വന്നു. ഏതായാലും ഇനി പൊന്തായിരിക്കണമെങ്കിൽ ആരെങ്കിലും വിളിക്കാന്നുള്ള ഒരു ആശ്വാസത്തിൽ ഞാൻ ഇറങ്ങി വന്നപ്പോൾ മൂപ്പരുണ്ട് ഇങ്ങനെ പാമ്പോയൊക്കെ എന്തായാലും സമ്മാനിച്ച് ചിരിച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു എവിടെയെന്ന് വെച്ചപ്പോൾ പോക്കറ്റിൽ നിന്ന് 2 റുപ്യേന്റെ ചെറുപിടിച്ചാണ്. ഇത് ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് പ്രത്യേകമായിട്ട് ഒരുപാട് പ്രസംഗിച്ചാണ്. അപ്പൊ മെനക്കെട്ടിട്ട് ഞാൻ ഇപ്പൊ കൊടുക്കുന്ന നാളൊന്ന് വാർന്നുകൊണ്ടിന്ന് അറിയുന്നുണ്ട്. അപ്പൊ അതേപോലെ ഇപ്പൊ ഈ ടോർച്ച് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പൊ ഇനിയുള്ളവരൊന്നും അങ്ങനെ വരരുത്. ഏതായാലും അള്ളാഹു തആല കബൂലാക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, ബഹുമാനപ്പെട്ട മജ്ലിസുനൂറുണ്ട്, അതുപോലെ കാപ്പുരക്കൽ മൊയ്തീൻകുട്ടി 5 ചാക്ക്, കാപ്പുരക്കൽ അബൂബക്കർ 5 ചാക്ക്, തറയിൽ ഫിറോസ് 2 ചാക്ക്. ഞാൻ വേറെ വിഷയത്തിക്കൊക്കെ കറക്കണമെന്ന് കരുതിയാണ് ഒരു 300 ചാക്ക് എന്റെ തലമിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊരു 100 ചാക്ക് ഇവിടെ ആയിട്ടുള്ളൂ. ബാക്കി 200 എങ്ങനെയാലും നിങ്ങൾ തരണം. 100 തന്നെ ആയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്ന് പറയും പെണ്ണുങ്ങളെ ഒന്ന് പറയണം. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഉമ്മു സൽമാ റളിയല്ലാഹു തആല അൻഹായുടെ വഫാത്ത് ഈ മാസത്തിലാണ്. ഈ മാസത്തിൽ ദുൽഖഅദ മാസത്തിലാണ് ഉമ്മു സൽമാ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ വഫാത്തായത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരില് ഖദീജ റളിയല്ലാഹു തആല അൻഹ മക്കയിലാണ്. അതാ മറ്റ് ഉമ്മു സൽമാ അടക്കമുള്ള ഭാര്യമാരൊക്കെ മദീനയിലാണ്. എന്നാൽ രണ്ടിന്റെയും മക്കളിൽ തന്നെ കിടക്കുന്ന മറ്റൊരു സഹധർമ്മിണിയായ മൈമൂന ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു മലഞ്ചെരുവിൽ കിടന്നുറങ്ങുകയാണ്. അതിൽ ഉമ്മു സൽമാ അബൂ സൽമയുടെ ആദ്യകാല ഭാര്യയായ അബൂ സൽമയുടെ വഫാത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് കല്യാണം കഴിച്ച ഉമ്മു സൽമാ സമ്പത്ത് മൊത്തം പടച്ചവന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഉമ്മയാ. റസൂലുള്ളാഹിന്റെ ആദ്യകാലത്തെ ഭാര്യയെ റസൂലുള്ളാഹിന്റെ ഖൽബിൽ ഏറ്റവും സ്ഥാനം പിടിച്ച ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പെണ്ണായ ഖദീജത്തുൽ കുബ്ര, മക്ക കണ്ട സമ്പൽ സമൃദ്ധിയിലെ രാജാത്തിയായിരുന്ന ഖദീജ റളിയല്ലാഹു തആല അൻഹ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിക്കാഹ് ചെയ്ത അന്നത്തെ ദിവസം തന്നെ മക്കയിലുള്ള പ്രമുഖരായ ഖുറൈശികളെല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞല്ലോ, സൽക്കാരം കഴിച്ചുകൊണ്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങല്ല, നിങ്ങളെയൊക്കെ സാക്ഷിയാക്കിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ തന്നെ കല്യാണം കഴിച്ച അതേ ഡേറ്റ് പ്രഖ്യാപിച്ചതെന്താണ്? ഇന്ന് മുതൽ എന്റെ സമ്പത്ത് മൊത്തം അൽ അമീൻ മുഹമ്മദിന് ഞാൻ നൽകിയിരിക്കുകയാ. ഈ മക്കയിലെ ഏറ്റവും ദാരിദ്ര്യത്തിന്റെ പരീക്ഷണത്തില് ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ കഴിയുന്ന പെണ്ണാരാന്ന് ചോദിച്ചാൽ ഇന്ന് മുതൽ ഞാനാണ്. ഇന്ന് മുതൽ ഈ മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യനാരാണെന്ന് ചോദിച്ചാൽ എന്റെ ഹബീബായ അൽ അമീൻ മുഹമ്മദാന്ന് പറഞ്ഞിട്ട് തന്റെ കൈവശമുള്ള സമ്പത്ത് മുഴുവനും കല്യാണം കഴിച്ച അന്നത്തെ ദിവസം തന്നെ ഖുറൈശി പ്രമുഖരെ സാക്ഷി നിർത്തിയിട്ട് മുസ്തഫായ നബിയുടെ പേരിൽ കൊടുത്ത, എന്നിട്ട് തുന്നിപ്പിടിപ്പിച്ച് കുപ്പായമിട്ടുകൊണ്ട് 3 കൊല്ലത്തോളം ഈമാൻ സ്വീകരിച്ച കാരണത്താ സ്വബ അബീ ത്വാലിബിൽ പരീക്ഷണത്തിന്റെ പാറക്കെട്ടുകളെല്ലാം പടച്ചവന് വേണ്ടി പൂമാല പോലെ സ്വീകരിച്ചുകൊണ്ട് ക്ഷമിച്ച് സഹിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ഭയപ്പെട്ട് ജീവിച്ച മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ നാളെ വീഞ്ഞാറ് പാലാറ് കളകളാരവം ഒഴുക്കിയൊഴുകുന്ന അരുവികളാൽ വിശാലമായ സ്വർഗപൂങ്കാവനത്തിൽ തിളങ്ങുമ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കൊട്ടാരത്തിൽ പോയി അവിടുത്തെ കൈപിടിച്ച് മുത്തുന്ന ഉമ്മ ദാറുന്നജാത്തിന് വേണ്ടി തന്ന 200 ചില്ലാൻ വിദ്യാർത്ഥികൾ പടച്ചവന്റെ ഇസ്മ പഠിക്കുന്ന, താരീഖ് പഠിക്കുന്ന, ഫിഖ് പഠിക്കുന്ന, തസവ്വുഫ് പഠിക്കുന്ന, സയൻസ് പഠിക്കുന്ന, ദീനിന്റെ ഇസ്സത്ത് വാനോളം ഉയർത്താൻ വേണ്ടി ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉയർത്തി ഉപയോഗപ്പെടുത്തിയിട്ട് പഠിക്കുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി റൂഹ് പിരിയുന്നതിന് മുമ്പ് ദോഷങ്ങളൊക്കെ പൊറുക്കാനും പരലോകം പ്രവിശാലമാകാനും പ്രശോഭിതമാകാനും ഖബർ സന്തോഷത്തിലാകാനും ഖബറിന്റെ ഇരുപ്പറയിൽ വെട്ടം സൃഷ്ടിക്കപ്പെടാനും അല്ലാ ദാറുന്നജാത്തിന് വേണ്ടി ഞാനിതാ നൽകുന്നു. സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ സയ്യിദ് KPC തങ്ങൾ 5 ചാക്ക് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. പിന്നെ
കിഴക്കേക്കര അബ്ബാസ് കുറുവട്ടൂര് 2 ചാക്ക് അള്ളാഹു തആല കബൂലാക്കട്ടെ. 25 ചാക്ക് അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു തആല കബൂലാക്കട്ടെ. കുളത്തിൽ കുഞ്ഞാമത് മുസ്ലിയാർ 1 ചാക്ക് കുളത്തിലല്ല, കുളത്തിൽ ആകെ കൊളയാ തന്നെ. ഏതായാലും കളത്തിൽ കുഞ്ഞാമത് മുസ്ലിയാർ 1 ചാക്ക്, മുസ്തഫ ചെമ്മൻകുഴി 1 ചാക്ക്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാവർക്കും ഓരോ ദ്വാന്റെ ആവശ്യമില്ല. ഇവിടെ മജ്ലിസ് നൂറിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ഉണ്ട്. ദീർഘമായിട്ട് ദ്വാർക്കും അള്ളാഹു തആല എല്ലാവരെയും കബൂലാക്കട്ടെ. അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇനി നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞിട്ട് പറയും. പെണ്ണുങ്ങൾ ആരെങ്കിലൊക്കെ വേം പറയും 300 ചാക്ക് എങ്ങനെയൊക്കെ ഒന്ന് കിട്ടണം വേം പറയും. വേറെ ഉള്ളൊന്നും പെടാൻ ആവശ്യമില്ല. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഹംസാജിന്റെ നടുത്തോടി ഹംസാജിന്റെ ഭാര്യ 10 ചാക്ക്. അള്ളാഹു തആല കബൂലാക്കട്ടെ. അള്ളാഹു തആല കബൂലാക്കട്ടെ. ഒരു 3 സ്വലാത്ത് അവർക്കൊക്കെ വേണ്ടി ചെറിയ ദുആ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹുവേ. ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ആത്മീയ ഐശ്വര്യവും അന്തസ്സും വസന്തവും സുഗന്ധവും എല്ലാം ഒത്തുനിൽക്കുന്ന പവിത്രമായ ദാറുന്നജാത്ത് ഇസ്മ പോലെ മുസമ്മ ഇസ്മ പോലെ പടച്ചവനെ ദാല പോലെ മദ്ലൂലും ഇസ്മ പോലെ മുസമ്മയും വളരെ വ്യാഖ്യാനിക്കപ്പെടുന്ന സാക്ഷാത്കരിക്കപ്പെടുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ പണം നൽകിയിട്ടുണ്ട് റബ്ബേ. എല്ലാവരിൽ നിന്നും നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ നിന്റെ ദീനിന് വേണ്ടി ഇൽമിന്റെ മജ്ലിസിൽ വെച്ചുകൊണ്ട് നൽകിയത് നീ ഒരിക്കലും നിന്നെ തള്ളിക്കളയല്ല തമ്പുരാനെ. അവർക്കൊക്കെ ഭൗതികമായ ജീവിതത്തിൽ തന്നെ ഭൗതികമായ സാമ്പത്തിക വാതായനങ്ങൾ അനുകൂലമായി ഒരുപാട് നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഈ ദുനിയാവിൽ ഇസ്സത്തോടെ ജീവിക്കാൻ ഹലാലായ മാല് അത്യാവശ്യമാണ്. അവർക്കും ഞങ്ങൾക്കും നീ ഹലാലായ കാശ് തരണേ റബ്ബേ. ഹറാമിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നാഥാ. തമ്പുരാനെ നൽകിയവർക്ക് 2 ലോകവും ക്ഷേമാശ്ചര്യ മോക്ഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. പൊടുന്നനെയുള്ള മരണങ്ങളിൽ നിന്നവരെയും ഞങ്ങളെയും കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. പരാജയങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, ആകസ്മിക നിര്യാണങ്ങളിൽ നിന്ന്, പടച്ചവനെ നിന്യതയിൽ നിന്ന്, കടക്കിണികളിൽ നിന്ന്, മാരകരോഗങ്ങളിൽ നിന്നതിന് കാരണമായ എല്ലാ അന്തരീക്ഷത്തിൽ നിന്നും, വൈറസുകളിൽ നിന്നും, എല്ലാ മരുന്നുകളിൽ നിന്നും, വിഷങ്ങളിൽ നിന്ന്, പച്ചക്കറിയിൽ നിന്നും, വിഷമടിച്ച ഫ്രൂട്ട്സുകളിൽ നിന്നുമൊക്കെ ഞങ്ങളെയും അവരെയും കാത്തുരക്ഷിക്കണേ അല്ലാ. വല്ല വിഷങ്ങളും ഞങ്ങൾ അറിയാതെയോ അറിഞ്ഞോ വയറ്റിൽ പോയുണ്ടെങ്കിൽ പടച്ചവനെ അതിന്റെ പേരിൽ മാരകമായ രോഗങ്ങൾ നൽകി പരീക്ഷിക്കല്ലേ തമ്പുരാന്. സദഖയുടെ മഹത്വം കൊണ്ട് അതൊക്കെ നിർവീര്യമാക്കണേ അല്ലാ. റബ്ബേ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പതറാതെ മുഴിഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ ഇതൊക്കെ നീ സബബായി സ്വീകരിക്കണേ അല്ലാ. ബിന്നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ ആഖിബത്തിന് വേണ്ടിയാണ്. ഈ പഠനവും ഈ ദാനവും ഈ സംഗമവും ഈ വാവും ഈ പാതിരാത്രിയും ഈ യാത്രകളും ഈ വേർപ്പും ഈ ചൂടും ഈ പ്രയാസങ്ങളും എല്ലാം ഒരേ സെക്കൻഡിന് മാത്രമാണ്. നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ജീവിച്ചത് അതിനു വേണ്ടിയാണ്. ഏതാണ് ആ സെക്കൻഡെന്നറിയോ? റൂഹ് പിരിയുന്ന അവസാനത്തെ സെക്കൻഡാണ് ഉമ്മ. പുന്നക്കുഴിയിൽ നിന്ന് റൂഹ് പിരിയുന്ന സമയമാണ് പെങ്ങള്. ആ സമയത്താണ് ഇബ്ലീസ് സകല തന്ത്രമന്ത്ര കുതന്ത്രങ്ങളുമായി മനസ്സാന്തരത്തിലുള്ള ഈമാനെന്ന് പിഴുതെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയമാണ്. ഇബ്ലീസ് ഏറ്റവും കൂടുതൽ മനുഷ്യനെ പഴപ്പിക്കാൻ സകല തന്ത്രങ്ങളും പയറ്റി കടന്നു വരുന്നത് അവന്റെ സക്കറാത്തിന്റെ സമയമാണ്.
ഉസ്താദിന്റെ രൂപത്തിൽ വരികയാ, ശൈഖിന്റെ രൂപത്തിൽ വരികയാ, പേരുകേട്ട് അറിയപ്പെട്ട ഔലിയാക്കളുടെ രൂപത്തിൽ വരികയാ. നേരത്തെ നാം കേട്ടുപരിചയമുള്ള വലിയ വലിയ അതാ നല്ല നല്ല കാരണവന്മാരുടെ, മരിച്ചുപോയ കാരണവന്മാരുടെ രൂപത്തിൽ വരികയാ. മരിക്കാൻ കിടക്കുന്ന ഉമ്മ, മരിക്കാൻ കിടക്കുന്ന പെങ്ങള്, മരിക്കാൻ കിടക്കുന്ന ചെറുപ്പക്കാര്, അതൊരു പക്ഷേ ആക്സിഡന്റിൽ ഹൈവേ റോഡിൽ അറുത്തുട്ടാടിനെ പോലെ കിടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുന്നവര്, അറ്റാക്ക് കൊണ്ട് പരലോക പൗരത്വം സ്വീകരിക്കാൻ കാത്തിരിക്കുന്നവര്, ആ സമയമില്ലോ. ആ സമയത്ത് ശപിക്കപ്പെട്ട ഇബ്ലീസ് കടന്നു വന്നുകൊണ്ട് പറയുന്നു, അവൻ ഇബ്ലീസാന്ന് പറഞ്ഞിട്ടല്ല വരുന്നത്, അവൻ വരുന്നത് ഞാൻ ശൈഖ് ജീലാനിയാ, ഞാൻ ശൈഖ് റിഫാഇയാ, ഞാൻ മമ്പുറത്തെ തങ്ങൾ പാപ്പയാ. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ദർസ് നടത്തിയിട്ട് കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി നാം കേട്ടുപരിചയമുള്ള നമ്മുടെ വല്യമ്മമാരെ ഉമ്മമാരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന വലിയ വലിയ ആളുകളില്ലേ, ഞാൻ അവരാന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വേഷത്തിലും അവരുടെ രൂപത്തിലുമായി കടന്നു വരുന്നത് അവരൊന്നുമല്ല, സാക്ഷാൽ ഇബ്ലീസാ. എന്നിട്ട് പറയുന്നു, ഇബ്ലീസിന്റെ കയ്യിൽ ഒരു കൂജയുണ്ട്, ആ കൂജയിൽ സ്വച്ഛന്തമായ പാനീയമുണ്ട്, ആ പാനീയം ഇങ്ങനെ ഒച്ചപ്പെടുത്തിയിട്ട് പറയുകയാ. നമ്മളാണെങ്കിലോ മരിക്കാൻ കിടക്കുന്ന സമയത്ത് സമുദ്രത്തിലുള്ള വെള്ളം മൊത്തം കിട്ടിയാലും തീരാത്ത കഠിനമായ ദാഹം നമ്മെ വലയം ചെയ്ത സമയമാ, നമ്മെ പിടികൂടിയിട്ടുള്ള സമയമാ. ആ സമയത്ത് മനോഹരമായ തളക്കുന്ന കൂജയിൽ സ്വച്ഛന്തമായ പാനീയവുമായി ശപിക്കപ്പെട്ട ഇബ്ലീസ് കടന്നു വന്നുകൊണ്ട് പറയുകയാ. ആ കൂജ ഇങ്ങനെ ഒച്ചപ്പെടുത്തിയിട്ട് പറയുകയാ, ഈ കൂജയിലുള്ള വെള്ളം നിനക്ക് വേണോ മോളെ, ഈ കൂജയിലുള്ള വെള്ളം നിനക്ക് വേണോ മോനെ, ഈ കൂജയിലുള്ള വെള്ളം നിനക്ക് വേണോ എന്ന് ചോദിക്കുന്നത്. സമുദ്രത്തിലെ വെള്ളം മൊത്തം കുടിച്ചാലും ദാഹം തീരാത്ത അവസ്ഥയിൽ കഠിനമായ ദാഹം കൊണ്ട് നാവ് വലിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് വന്നിട്ട് ചോദിക്കുമ്പോ അനിസ്സഹായ അവസ്ഥയിൽ അവൻ പറയുകയാ, എനിക്കൊരൽപ്പം വെള്ളം തന്നാലും, എനിക്കൊരൽപ്പം വെള്ളം തന്നാലും ഉസ്താദ്, എനിക്കൊരൽപ്പം വെള്ളം തന്നാലും ഉസ്താദ്. ആ സമയത്ത് കൂജ കയ്യിൽ പിടിച്ച ഉസ്താദിന്റെ വ്യാജാന വന്നിട്ടുള്ള കള്ള ശൈഖായി ശൈഖിന്റെ പേര് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ശപിക്കപ്പെട്ട ഇബ്ലീസ് പറയുന്നു, ഈ കൂജയിലുള്ള വെള്ളം കുടിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. ഈ കിടന്ന് പടയുന്ന സകറാത്തിന്റെ പരീക്ഷണത്തിന്റെ കരാളഹസ്തങ്ങളിൽ കിടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ആ സമയത്ത് അവന്റെ മണ്ഡലം ദുനിയാവിൽ നിന്നും മാറിപ്പോയി പരലോകത്തെ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ചോദിക്കുകയാ, ഈ വെള്ളം കുടിച്ചുകൊണ്ട് മരിക്കാൻ എന്താ ഞാൻ പറയേണ്ടത്? ഉസ്താദെ, എന്താ ഞാൻ ഈ സമയത്ത് ചെയ്യേണ്ടത്? ആ സമയത്ത് ഉസ്താദാന്ന് പറഞ്ഞു വന്നിട്ടുള്ള ലഈന് പറയുകയാ, ഞാൻ യഹൂദിയാണെന്നൊന്ന് പറഞ്ഞു, ഞാൻ നസ്രാനിയാണെന്നൊന്ന് പറഞ്ഞു, തതഹവ്വദു തതനസ്സറു, തതഹവ്വദു തതനസ്സറു, ഞാൻ യഹൂദിയാണെന്ന് പറഞ്ഞു മോനെ, ഞാൻ നസ്രാനിയാണെന്നൊന്ന് പറഞ്ഞു മോനെ. മരണത്തിന്റെ കഠിനമായ വേദനക്ക് പാത്രീഭവിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്ന ഈ മനുഷ്യൻ ആ സമയത്ത് ഉള്ള ആരോഗ്യം വെച്ചുകൊണ്ട് പറയുകയാ, നിങ്ങൾ ജീവിതകാലത്ത് ഞങ്ങളെ പഠിപ്പിച്ചത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണമെന്നല്ലോ, നിങ്ങൾ ജീവിതകാലത്ത് ദർസ് നടത്തിയത് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണമെന്നല്ലേ, നിങ്ങൾ ജീവിതകാലത്ത് ലേഖനം എഴുതിയത്, ജീവിതകാലത്ത് പുസ്തകം എഴുതിയത്, ജീവിതകാലത്ത് കിതാബ് രചിച്ചത് മുസ്ലിമായിട്ട് മരിച്ച് മുസ്ലിമായി മരിച്ച് മുസ്ലിമായി ജീവിച്ച് ഈമാനോടെ മരിക്കണമെന്നല്ലോ. ഉസ്താദേ, നിങ്ങൾ മരിച്ചതിന് ശേഷം ഞാൻ മരിക്കാൻ കിടക്കുമ്പോ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമ്പോ എന്താ ദുനിയാവിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് മാറ്റി പറയുന്നത്? ആ സമയത്ത് പറയുകയാ, അത് ഞാൻ അന്ന് തട്ടിവിട്ട എന്റെ ഒരു ഇൽമാണ്, അത് ശരിയല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടത് മരിച്ചതിന് ശേഷമാണ്. അതുകൊണ്ട് പരലോകത്ത് ഖബർ മുതലുള്ള അനന്തമായ ജീവിതത്തിലോ രക്ഷ പ്രാപിക്കണമെങ്കിലോ ഒന്നുകിൽ യഹൂദിയാകണം അല്ലെങ്കിൽ നസ്രാനിയാകണം. പോരാ, എന്റെ കയ്യിലുള്ള കൂജയിലെ വെള്ളം കുടിച്ചുകൊണ്ട് ദാഹം തീർന്നു മരിക്കണമെങ്കിലോ യഹൂദിയാകണം നസ്രാനിയാകണമെന്ന് ഇബ്ലീസ് എന്ന് പറയുമ്പോ ഈമാനും ഇൽമുമില്ലാത്തവർ വഷളാവുക
വീഴുകയാ, അവതാളത്തിൽ വീഴുകയാ, പരാജയത്തിന്റെ പടുകുടിയിൽ നിപതിക്കുകയാ. പിന്നെ പിന്നിലൂടെ കാഷ്ടമാ, മുന്നിലൂടെ മൂത്രമാ, മൂക്കിലൂടെ ചോരയാ. തൽപ്പര്യം ചൊല്ലിക്കൊടുത്താലും ചൊല്ലിയേറ്റ് ചൊല്ലാൻ കഴിയാതെ പടഞ്ഞുകൊണ്ട് മരിക്കുകയാ. കാരണം പിശാചിന്റെ പിടുത്തത്തിലാ. അതല്ലേ മജ്‌ലിസുന്നൂറിൽ നമ്മൾ ചോദിക്കുന്നതും തവസ്സുൽ ചെയ്യുന്നത്, ദാഹമൗത്തത് പൂത്തിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഇന്നവനാക്കുവാൻ ബദരീങ്ങളാൽ തുണറബ്ബന, ബദരീങ്ങളാൽ തുണറബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുന്ന മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാലമേ കാക്കണ യാ റബ്ബനാ. ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അതല്ലേ ആ രണ്ട് ബൈത്തിൽ അടങ്ങിയത്. ദാഹം അതിശക്തമായി ഞങ്ങളെ പിടികൂടുമ്പോ, ഇബ്ലീസ് പൂജയുമായിട്ട് വന്ന് ഞങ്ങളെ പഴപ്പിക്കാൻ പരിശ്രമിക്കുമ്പോ, ബദരീങ്ങളിൽ ആരെങ്കിലും തന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബദരീങ്ങളിൽ ഒന്നാമനാരാ? പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഹേതുകമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ. അതുകൊണ്ട് മുസ്തഫ നബിയുടെ നൂറാനിയത്തിന്റെ നജാത്തിൽ നിന്നെടുത്തുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ആ നൂറ് സ്പർശിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ വഫാത്തിന്റെ സമയത്ത് കിട്ടണ്ടോ? അബൂബക്കറിന് സിദ്ദീഖിനെ കിട്ടണ്ടോ? അല്ലെങ്കിൽ ഉമറുൽ ഫാറൂഖിന് കടന്നു വരണ്ടേ? അതിന് മഹാന്മാരെ സ്നേഹിക്കുക, ദീനിന് വേണ്ടി സമർപ്പിക്കുക. അങ്ങനെ എല്ലാം അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ തന്നെ അധ്വാനിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ ഇത്രയും നേരം സലാഹുദ്ദീൻ വൈസ് നിൽക്കണമെങ്കിൽ ഇതിനേക്കാളും പിരിവ് നല്ലോണം കിട്ടിയിരുന്നു. പിന്നെ എനിക്ക് ഏൽപ്പിക്കപ്പെട്ട വിഷയം എന്തെങ്കിലുമൊക്കെ ഞാൻ പറയണല്ലോ. ശരിയായ അൽഹംദുലില്ലാഹ്, അള്ളാഹു ഒക്കെ ശരിയായെന്ന് പറഞ്ഞു. ഇനി ബാക്കി